കേൾക്കാം പാസ്റ്റർ. ഓക്കെ, താങ്ക് യു. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്, പ്രത്യേകിച്ച് മിനി സിസ്റ്ററേയും ആൻമോളെയൊക്കെ കണ്ടതിൽ. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളെ ഓർക്കുന്നു. ഈ ദേശത്ത് നിന്ന് അവർ പോയെങ്കിലും ഒരു ആത്മീക ബന്ധം എന്നും സൂക്ഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സിസ്റ്ററിനേക്കാളും ഞാൻ ഒന്നുകൂടെ ഹൃദയത്തിൽ പേറുന്നത് മോളെയാണ്. അവളുടെ മേലുള്ള അഭിഷേകത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ സിസ്റ്ററിൻ്റെ കൂടി ഇങ്ങനെ പ്രാർത്ഥനയ്ക്കകത്ത് ഇങ്ങനെ ഒരുമിച്ച് പോകാമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പോകാം. കാരണം അഭിഷേകമുള്ളൊരു തലമുറയെ വളർത്തിയെടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് ഉള്ളിൽ എന്താണ് പരിശുദ്ധാത്മാവ് പകർന്നിട്ടുള്ളത് എന്നതിൻ്റെ തെളിവ് എന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയും. കാര്യം ഈ കാലഘട്ടത്തിൽ തലമുറകൾ ദൈവ സന്നിധിയിൽ നിൽക്കുന്നു, പരിശുദ്ധാത്മ നിയോഗങ്ങളിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രാധാന്യതയേറിയതാണ്. ഈ പകലിലും ഈ രാത്രിയിലും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഞാൻ പ്രാരംഭത്തിൽ ചില കാര്യങ്ങളൊന്ന് പഠിപ്പിക്കുന്നത് പോലെ ഒന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു പോകും. തുടക്കത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ടൊക്കെ തോന്നിയാൽ നിങ്ങൾ ആ തുടക്കത്തിൽ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ടേ ആ വചനത്തിൻ്റെ വെളിപ്പാടിനകത്ത് നമുക്ക് പ്രാർത്ഥിച്ച് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ശാന്തമായിട്ട് പ്രാരംഭത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ മനസ്സ് കാണിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകാവുന്നതാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വചന ശുശ്രൂഷയാണ്. അത് വചനം കേൾക്കുകയല്ല ചെയ്യുന്നത്, വചനം അല്ലെങ്കിൽ ആരെങ്കിലും ശുശ്രൂഷയ്ക്ക് നമ്മൾ കാണുകയല്ല ചെയ്യുന്നത്. നാം ഈ വചനം പറയുമ്പോൾ ആ വചനം ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ ആ ആത്മാവ് ആ വചനത്തിന് മേൽ പരിവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ വിടുതലും സൗഖ്യവും ദൈവിക കൃപകളും ഒക്കെ വെളിപ്പെടുന്നത്. സോ നമ്മൾ ഇന്ന് രാത്രി ഒരുമിച്ച് തയ്യാറാകുന്നത് അതിനുവേണ്ടിയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരുങ്ങാം. കുറിവാക്യമായിട്ട് ഞാൻ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. വളരെ സുപരിചിതമായി എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനവുമാകുന്നു. മുൻപേ നിങ്ങൾ ജനമില്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ സ്വന്തം ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഒരാമേൻ പറയാമോ? ഇത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. എനിക്കും ഇതൊരു സുപരിചിതമായ വാക്യമാണ്. എന്നാൽ നിങ്ങളുടെ എല്ലാം കയ്യിൽ മൊബൈൽ ഉള്ളതാണ്. നമ്മൾ ഈ വാക്യം ഇംഗ്ലീഷിൽ 1 പീറ്റർ ചാപ്റ്റർ 2 വേഴ്സസ് 9 and 10 മെസ്സേജ് വേർഷൻ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബൈബിളിനകത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു വേർഷനാണ് മെസ്സേജ് വേർഷൻ. ആ വേർഷന്റെ പ്രത്യേകത കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വചനത്തിനകത്തെ വേദഭാഗങ്ങൾ ഇംഗ്ലീഷിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം മൊബൈൽ നോക്കി പോകണ്ട, ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞെന്നുള്ളൂ. ഞാനൊന്ന് വായിക്കാം മെസ്സേജ് വേർഷനിൽ ഇംഗ്ലീഷിൽ എങ്ങനെ ഇത് പറഞ്ഞിരിക്കുന്നതെന്ന്. ബട്ട് യു ആർ ദ വൺ ചോസൺ ബൈ ഗോഡ്. ഒരു ആമേൻ പറയാമോ? ബട്ട് യു ആർ ദ വൺ ചോസൺ ബൈ ഗോഡ്, ചോസൺ ഫോർ എ ഹൈ കോളിംഗ് ഓഫ് പ്രീസ്റ്റ്ലി വർക്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഉന്നതമായ പൗരോഹിത്യ വിളിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഒരാമേൻ പറയണേ. ചോസൺ ടു ബി എ ഹോളി പീപ്പിൾ, ഒരു വിശുദ്ധ ജനമാകേണ്ടതിന് തിരഞ്ഞെടുത്തു. അടുത്തത് ഗോഡ്സ് ഇൻസ്ട്രുമെന്റ്സ് ടു ഡു ഹിസ് വർക്ക്. ആമേൻ പറയാമോ? വചനം നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ചോസൺ ബൈ ഗോഡ്, ഒരു പ്രീസ്റ്റ്ലി ഹൈ കോളിംഗ് ആണ്, ഒരു ഹോളി കോളിംഗ് ആണ്. അത് മാത്രമല്ല യു ആർ ദ ഇൻസ്ട്രുമെന്റ് ടു ഗോഡ്സ് വർക്ക്. ദൈവത്തിന്റെ കരത്തിൽ പ്രയോജനപ്പെടേണ്ട ആയുധങ്ങൾ, മലയാളത്തിൽ പറഞ്ഞാൽ ദൈവകരത്തിൽ പ്രയോജനപ്പെടേണ്ട ആയുധങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അടുത്തത് പറയുന്നത് ആൻഡ് സ്പീക്ക് ഔട്ട് ഫോർ ഹിം ടു ടെൽ അതേഴ്സ് ഓഫ് ദ നൈറ്റ് ആൻഡ് ഡേ ഡിഫറൻസ്. മറ്റുള്ളവരോട് രാത്രിയെക്കുറിച്ചും പകലിനെ കുറിച്ചും സംസാരിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. എന്ന് പറഞ്ഞാൽ ഒരു നാൾ നമ്മുടെ ജീവിതം ഇരുട്ടിലായിരുന്നു, എന്നാൽ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ വെളിച്ചത്തിനകത്താണ് ഞാൻ വസിക്കുന്നത്.
ഞാൻ ഇരുട്ടിലായിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇന്നതായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ ദൈവിക വെളിച്ചത്തിലാണ്. എന്താണ് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റമെന്ന് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഒന്നുകൂടെ പറയുന്നു, എന്നിട്ട് അടുത്ത പദം പറയുന്നത് ഫ്രം നത്തിങ് ടു സംതിങ്, ഫ്രം റിജക്റ്റഡ് ടു അക്സെപ്റ്റഡ്. ഫ്രം നത്തിങ് ടു സംതിങ്, ഫ്രം റിജക്റ്റഡ് ടു അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലായ്മയിൽ നിന്നും എന്നെ എന്തിലേക്കോ എന്നുവെച്ചാൽ ആ അനുഗ്രഹത്തിലേക്ക്, നന്മയിലേക്ക് ദൈവം തിരഞ്ഞെടുത്തു. ഫ്രം റിജക്റ്റഡ് ടു അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കിടന്നതിൽ നിന്നും സ്വർഗത്തിലെ ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്ത അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. ഈ വചനം നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിന് നന്ദി പറയാമോ? ഇതാണ് നമ്മൾ മലയാളത്തിൽ വായിക്കാറുള്ളത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ ഈ പറഞ്ഞ ഏകദേശം ഒരു അഞ്ച് മെസ്സേജ് അല്ലെ 6 മെസ്സേജായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഭയങ്കരമായിട്ട് ഇതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് മറ്റൊന്നുമല്ല, എനിക്ക് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്പോഴിട്ടിരിക്കുന്ന ഒരു ഭയങ്കര ആഗ്രഹം, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം എഴുന്നേറ്റ് വരണം. ഒരാമേൻ പറയാമോ? നിങ്ങൾ ആ പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുവാൻ കൂടി വന്നിട്ടുള്ളവരായതുകൊണ്ട് നിങ്ങളെ ഈ പകലിൽ ആ ഒരു വചനത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആ ചോസൺ ബൈ ഗോഡ് എന്നുള്ള കാര്യം, ഫ്രം നത്തിങ് ടു അക്സെപ്റ്റഡ് ഗോഡ്സ് ഇൻസ്ട്രുമെന്റ് ടു വർക്ക്, സ്പീക്ക് ഔട്ട് ഫോർ അതേഴ്സ്, ഇതൊന്നും ഞാൻ ടച്ച് ചെയ്യുന്നില്ല. നേരെ ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത് ആ രാജകീയ പുരോഹിത വർഗം അല്ലെങ്കിൽ പൗരോഹിത്യ നിയോഗമുള്ളതിലേക്ക് മാത്രമാണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ. നമ്മൾ പഴയ നിയമത്തിനകത്ത് മോശ ഉണ്ടാക്കിയ സമാഗമന കൂടാരത്തെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. എന്നെ ശ്രദ്ധിക്കണം, ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. മോശ ഉണ്ടാക്കിയ സമാഗമന കൂടാരത്തിന്റെ ആ പ്രാരംഭ സ്ഥലം എന്ന് പറയുന്നത് യാഗത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രാകാരം എന്ന് പറയുന്ന സ്ഥലമാണ്. പ്രാകാരം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത, അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. എല്ലാവർക്കും അവർ ആടുകളും മാടുകളും എല്ലാമായിട്ട് കൊണ്ടുവരാം. അവിടെ പുരോഹിതന്മാരുണ്ട്. അവർ ആടിനെ അല്ലെങ്കിൽ കൊണ്ടുവന്ന മൃഗത്തെ പരിശോധിക്കുന്നു. ഊനമില്ലാത്തതാണെന്ന് കണ്ടാൽ അതിനെ അവിടെ നടക്കേണ്ട പ്രാർത്ഥനകളുണ്ട്. കരം വെച്ച് ഈ കൊണ്ടുവന്ന ആളുടെ പാപത്തെ ഈ വ്യക്തിയിൽ ഈ മൃഗത്തിലേക്ക് പകരുന്നു, ഈ ആടിനെ അറക്കുന്നു, അതിന്റെ രക്തം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രാകാരത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചേ, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഭയങ്കര ശബ്ദമായിരിക്കും. അവിടെ ആടുകളുടെ ശബ്ദം, വരുന്ന ആളുകളുടെ ശബ്ദം, അവർ സംസാരിക്കുന്നു. ചിലപ്പോൾ പുരോഹിതന്റെ അടുത്ത് ഇനി നമ്മളാരെങ്കിലും ഒരാൾ പോയെന്നിരിക്കട്ടെ, നമ്മളൊരു ആടിനെ കൊണ്ട് ചെന്നു, അദ്ദേഹം ആ ആടിനെ പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞത് എൻ്റെ ഇവിടെ ഒരു പുള്ളിയുണ്ട്, ഒരു പാടുണ്ട്, ഈ ആടിനെ ഇവിടെ അറക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ സാധാരണ മലയാളികൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച് നോക്കും. അല്ല പുരോഹിത, അറിയാലോ ഞാൻ ഇന്നടത്തു നിന്നാണ് വന്നത്, ഇന്ന വീട്ടിൽ നിന്നാണ് വന്നത്, ഇത് ശരിക്കും പാടല്ല, ഇത് അങ്ങനല്ല, ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ ഒന്ന്, മലയാളികളായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും, ഒന്ന് സമ്മതിപ്പിക്കാനൊക്കെ ശ്രമിക്കും. അപ്പൊ അങ്ങനെ ഒരു ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷമാണ് ഈ പ്രാകാരം എന്ന് പറയുന്നത്. അടുത്തത് വിശുദ്ധ സ്ഥലവും അതിൻ്റെ അടുത്തത് അതിപരിശുദ്ധ സ്ഥലമാണ്. ഈ വിശുദ്ധ സ്ഥലത്തേക്കും അതിപരിശുദ്ധ സ്ഥലത്തേക്കും ഈ വെളിയിൽ വന്നു നിൽക്കുന്ന ആർക്കും തന്നെ പ്രവേശനമില്ല. ഈ വിശുദ്ധ സ്ഥലത്തേക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്കും പ്രവേശനമുള്ളത് രക്തവുമായി കടന്നു ചെല്ലുന്ന പുരോഹിതന് മാത്രമാണ് പ്രവേശനമുള്ളത്. ഞാൻ അത്രയും അവിടെ വെച്ചുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളെ ആദ്യത്തെ വാക്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ഞാൻ പറയുമ്പോൾ എന്റെ കൂടി വാക്യം നിങ്ങളൊന്ന് പറയാമോ? നിങ്ങൾക്ക് അറിയാവുന്നവരത് കാണാതെ പറയുക, അല്ലെങ്കിൽ ഒന്ന് കേട്ട് പറയുക. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം. ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഈ പുരോഹിത വർഗം എന്നുള്ള ഒറ്റ കാര്യത്തിനകത്തായിരിക്കും. ഈ മെസ്സേജിന്റെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാകും എവിടെയാണ് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, എവിടേക്കാണ് ഞാൻ എത്തേണ്ടത് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് കൊണ്ടുവരുവാനിടയായി തീരും. നോക്കുക, ഈ പ്രാകാരത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു. ഈ
വിശുദ്ധ സ്ഥലത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. വിശുദ്ധ സ്ഥലത്ത് അവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 7 പൊൻ നിലവിളക്ക്, അതായത് 7 തണ്ടുള്ള ഒരു വലിയ നിലവിളക്ക് അവിടെ കാണുവാൻ കഴിയും. ഇതിന് 7 തണ്ടുണ്ട്. ഇത് തിരിയിട്ടിരിക്കുന്നതാണ്. അതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെന്ന് വചനം പറയുന്നുണ്ട്. ഇത് ഒത്തിരി ഡീറ്റെയിൽ പറയാനുള്ള, അതിന്റെ ഡെപ്തിലേക്ക് പോകാൻ കഴിയത്തില്ല. ഇത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ വിളക്കിനെ പരിപാലിക്കുക, ഈ വിളക്കിൽ എപ്പോഴും വെളിച്ചമുണ്ടാവുക, ഈ വിളക്കിലെ തിരികൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക എന്നത് പ്രാകാരത്തിൽ വന്നു നിന്ന ആരുടെയും ദൗത്യമല്ല. ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പുരോഹിതന്റെ ഉത്തരവാദിത്തമാണ്. ഒരു ആമേൻ പറയാമോ? ഈ വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണ കൊണ്ടുവരുന്നത് ജനമാണെങ്കിലും ഈ എണ്ണ ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കേണ്ട ഉത്തരവാദിത്തം പുരോഹിതന്റേതാണ്. എന്ന് പറഞ്ഞാൽ പുരോഹിതന്റെ കരത്തിൽ എണ്ണ ഉണ്ടായിരിക്കണം. ഒരു ആമേൻ പറയാമോ? ഇനി നമ്മുടെയൊക്കെ ആത്മീക നിലവാരത്തെ ഒന്ന് അളന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ആത്മീക നിലവാരത്തെ ഒന്ന് അളന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗമാകാനാണ്. ഇതൊരു പ്രോസസ്സാണ്, ഒരു പടിയാണ്. അതായത് നാം പറഞ്ഞത്, അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ഇതൊരു കോമൺ തെരഞ്ഞെടുപ്പാണ്. ഇത് എല്ലാവർക്കും ഉള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അത് യേശുവിന്റെ രക്തത്താൽ ആരൊക്കെ കഴുകൽ പ്രാപിച്ചോ, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചോ, അവൻ സ്വന്തം ജനമായി തീർന്നു, അവൻ സ്വന്തം ജനമായി മക്കളാക്കി തീർന്നു. പക്ഷെ പ്രശ്നം, ഈ ആത്മീയ ജീവിതത്തിൽ ഈ ഒരു പടിയിലേക്ക് നമ്മൾ കടന്നെങ്കിലും പലരും സഭയ്ക്കകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരുമ്പം ഈ പ്രാകാരത്തിൽ എന്താ സംഭവിക്കുന്നത്? പ്രാകാരത്തിൽ കഴുകൽ സംഭവിക്കുന്നു, പാപത്തിന്റെ പരിഹാരങ്ങൾ, ക്രിയകൾ അവിടെ ചെയ്യുന്നു. നാം പലപ്പോഴും നന്ദി പറച്ചിൽ നടക്കുന്നു. പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ ആത്മീക ജീവിതം ഒരു നന്ദി പറച്ചിലിനകത്തും ഒരു ആരാധനയ്ക്കകത്തും ഒരു യേശുവിന്റെ രക്തത്താലുള്ള കഴുകലിനകത്തും കൊണ്ട് മാത്രം നിൽക്കുകയാണെങ്കിൽ, ഞാൻ പറയും, നിങ്ങൾ ഇപ്പോഴും പ്രാകാരത്തിൽ നിൽക്കുകയാണ്. പ്രാകാരത്തിൽ നിന്നും വിശുദ്ധ സ്ഥലത്തേക്ക് നിങ്ങൾ കയറിയിട്ടില്ല. ഇന്ന് രാത്രി നാം പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ, കർത്താവ് ഈ പ്രാകാരത്തിലെ അനുഭവത്തിൽ നിന്നും വിശുദ്ധ സ്ഥലത്തെ അനുഭവത്തിലേക്ക് അവിടുന്ന് എന്നെ കയറ്റണം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാൻ, ഒരു പൗരോഹിത്യ നിയോഗത്തിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവെ അങ്ങനെ കയറ്റണമെന്ന് ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരാമീൻ പറഞ്ഞാട്ടെ. ഈ പുരോഹിതന്റെ പ്രത്യേകത, പുരോഹിതനാണെങ്കിൽ അവന്റെ കരത്തിൽ എണ്ണ ഉണ്ടായിരിക്കും. എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേണ്ട ആവശ്യമില്ല. കാരണം വചനം പറയുന്നു, ഈ വിളക്ക് ഒരിക്കലും കെട്ടുപോകരുത്, ഇതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഈ പൗരോഹിത്യ നിയോഗം, അത് ഞാൻ ഈ പൗരോഹിത്യ നിയോഗം എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പാരമ്പര്യ സഭകളിൽ നിന്ന് വന്ന ഒത്തിരി പേരുള്ളത് കൊണ്ട് എപ്പോഴും നമുക്ക് അച്ഛനും ഉടുപ്പും അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. പ്രിയപ്പെട്ടവരെ അറിയുക, പാരമ്പര്യ സഭകൾ പൗരോഹിത്യത്തെ മറ്റാർക്കോ വേണ്ടി അല്ലെങ്കിൽ അത്ര ഉന്നതമായ പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുമ്പോൾ, പുതിയ നിയമസഭ പഠിപ്പിക്കുന്നത്, ദൈവവചനം പഠിപ്പിക്കുന്നത്, നിങ്ങളോ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർ മാത്രമല്ല, സഹോദരിമാർ എല്ലാവരും, മുഴുവൻ പേരുടെ മേലുമുള്ള യേശുവിന്റെ രക്തത്താൽ ഉള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണെങ്കിൽ, ആ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നിങ്ങളുടെ മേൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കുള്ള വിളിയാണ് രാജകീയ പുരോഹിത വർഗമാകാനുള്ള വിളി. ഒരാമേൻ പറയണം. ഒരു സാധാരണ വിശ്വാസിയായി, സാധാരണ വ്യക്തിയായി പ്രാകാരത്തിൽ വന്നേ, നമ്മൾ ചർച്ചിൽ പോവുക അല്ലെങ്കിൽ നമ്മൾ ഒരു ആരാധനയ്ക്ക് ഇരിക്കുക, എല്ലാം കണ്ട് കേട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പ്രാകാരത്തിൽ നമ്മുടെ ജീവിതം അവസാനിക്കുകയാണ്. കർത്താവ് പറയുന്നത്, നിങ്ങൾ പ്രാകാരത്തിൽ നിന്നും വിശുദ്ധ സ്ഥലത്തേക്കും വിശുദ്ധ സ്ഥലത്തു നിന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്കും നമ്മുടെ ജീവിതവും ആരാധനയും നമ്മുടെ ക്രമങ്ങളും എത്തപ്പെടണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാ പറഞ്ഞ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗമാണ്. ഒത്തിരി ഡെപ്ത് ഉള്ളതാണ് ഈ രാജകീയ പുരോഹിത വർഗം. അതിനകത്ത് അതോറിറ്റി ഉണ്ട്, വിശുദ്ധി, ഒത്തിരി കാര്യങ്ങൾ. ഞാൻ അതിന്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. നോക്കുക, ഇവിടെ ഒരു മനോറ അല്ലെങ്കിൽ ഒരു ഗോൾഡ് സ്റ്റാൻഡ്, 7 പൊൻ നിലവിളക്കുകൾ ഇട്ടിരിക്കുന്ന ഒരു ദീപം. വെളിയില് നമുക്ക് അത് തുറന്ന സ്ഥലമാണ്. പ്രാകാരം എന്ന് പറയുന്നത് തുറന്ന സ്ഥലമാണ്. അതിന് മേൽക്കൂരയില്ല, തുറന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് വെളിച്ചം കിട്ടുന്നത് സൂര്യന്റെ, ചന്ദ്രന്റെ, നക്ഷത്രങ്ങളുടെ ഒക്കെ വെളിച്ചമുണ്ട്. പക്ഷേ ഈ വിശുദ്ധ സ്ഥലത്തെ പ്രത്യേകത, ഇത് മൂടപ്പെട്ട ഒരു കൂടാരമായതുകൊണ്ട് ഇത് പുറത്തെ ഉള്ള ഒരു വെളിച്ചവും ഇതിനകത്ത് കയറത്തില്ല. ഇതിനകത്തുള്ള വെളിച്ചമെന്ന് പറയുന്നത് ഈ 7 നിലവിളക്കിൽ നിന്നും പുറപ്പെടുന്ന വെളിച്ചമാണ്. എന്ന് പറഞ്ഞാൽ, ഈ ഒലിവെണ്ണ ഒഴിച്ചിട്ട്
അതിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചമാണ് ഇതിനകത്തെ വെളിച്ചമെന്ന് പറയുന്നത്. റാസ്പെറ്റോറിയാന്തര പ്രാകാരത്തിലാണ് നിങ്ങളുടെ ജീവിതം നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആശ്രയിക്കുന്നത് സൂര്യനെ, ചന്ദ്രനെ, ലോകത്തിന്റെ വെളിച്ചത്തെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ആശ്രയമായിരിക്കുന്നതെങ്കിൽ, നിങ്ങൾ വിശുദ്ധ സ്ഥലത്തെ ആത്മീക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ പറയും, സൂര്യൻ ഇനിയും എന്റെ വെളിച്ചമല്ല, ചന്ദ്രൻ ഇനിയും എന്റെ വെളിച്ചമല്ല, യഹോവ എന്റെ നിത്യപ്രകാശമായിരിക്കുമെന്ന് നിങ്ങൾ പറയാൻ തുടങ്ങും. കാരണം ഈ വിളക്ക് കത്തുന്നത് 7 പൊൻനിലവിളക്കുകൾ, ഒലിവെണ്ണ ഒഴിച്ച പൊൻനിലവിളക്കുകൾ കത്തുമ്പോൾ എന്റെ പ്രകാശം എന്ന് പറയുന്നത് സൂര്യന്റെ പ്രകാശമല്ല, ഞാനിപ്പോൾ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത്, ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവമക്കൾ. ഞാൻ കാണുന്ന വെളിച്ചം പരിശുദ്ധാത്മാവിന്റെ വെളിച്ചമാണ്, ഞാൻ കേൾക്കുന്ന ശബ്ദം പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്, എന്നെ നയിക്കുന്നത് പരിശുദ്ധയാത്മാവാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? പ്രാകാരത്തിലെ ജീവിതത്തിൽ നിന്നും വിശുദ്ധ സ്ഥലത്തെ ജീവിതത്തിലേക്ക് നാം മാറ്റപ്പെടുമ്പോഴാണ് ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വേഗത്തിൽ മുൻപോട്ട് പോകണമല്ലോ. അടുത്തത് അവിടെ ഉള്ളത് കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. അത് വചനത്തെ കുറിക്കുന്നു. എല്ലാ ദിവസവും അപ്പവും മാറ്റണം, അതിനിടത്തിലേക്ക് പോകാൻ സമയമില്ല. കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. വീണ്ടും അവിടെയുള്ളത് ധൂപവർഗം, അതായത് ധൂപവർഗം ഇട്ടുവെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ധൂപവർഗം അവിടെ കത്തിക്കൊണ്ടിരിക്കും. അതെന്ന് വെച്ചാൽ അവിടെ നിന്ന് സുഗന്ധവർഗത്തിന്റെ പുക അവിടെ ഉയർന്നുകൊണ്ടിരിക്കും. നോക്ക് പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിക്കണമേ. നമ്മള് പ്രാകാരത്തിൽ നിന്നപ്പോൾ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടെ മൃഗങ്ങളെ കൊണ്ടുവന്നു അറുത്തു, അവിടെ ബേൺ ചെയ്യുവാണ്, തീ കത്തിക്കുവാണ്. എന്തായാലും അറിയും, പച്ച മാംസം കത്തുമ്പോഴുള്ള മണം എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഒരു മണമല്ല. അതൊരു സ്മോക്കി, അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു മണമാണ് ഈ പച്ച മാംസം കത്തുമ്പോഴുള്ള മണം. പക്ഷേ നോക്കുക, ഈ പ്രാകാരത്തിൽ നിന്നും വിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ കയറുമ്പം ഇവിടെ നമുക്ക് പച്ച മാംസം കത്തുന്ന മണമായിരുന്നെങ്കിൽ ഇവിടെയുള്ളത് സുഗന്ധവർഗമിട്ട ധൂപപീഠത്തിൽ നിന്നും ഉയരുന്ന ഒരു സുഗന്ധമാണ് അതിനകത്ത് പകരുന്നത്. രാമൻ പറയാമോ? നാം ഒരു ആത്മീയ ജീവിതത്തിനകത്താണ് നടക്കുന്നതെങ്കിൽ, ചിലപ്പോൾ നിങ്ങളായിരിക്കുന്ന ഭവനത്തിനകത്ത്, നമ്മുടെ ഭവനത്തിനകത്ത് എല്ലാവരും ഒരേ ആത്മീക നിലവാരത്തെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കത്തില്ല. നമ്മുടെ ഭവനത്തിനകത്ത് തന്നെ പ്രാകാരത്തിന്റെ ആത്മീയ ജീവിതത്തിൽ നടക്കുന്നവരുണ്ടാകാം, വിശുദ്ധ സ്ഥലത്തെ ആത്മീയ ജീവിതത്തിൽ നടക്കുന്നവരുണ്ടാകാം. വിശുദ്ധ സ്ഥലത്തെ ആത്മീയ ജീവിതത്തിലാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഭവനത്തിന്റെ വിളക്കായിരിക്കും. ഒരു ആമേൻ പറയാമോ? നിങ്ങൾ ആ ഭവനത്തിന്റെ വിളക്കായിരിക്കും. വിശുദ്ധ സ്ഥലത്തെ ഒരു ആത്മീയ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ ആ ഭവനത്തിനകത്ത് എപ്പോഴും അപ്പം കൊടുക്കുന്നത് നിങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവവചനം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കാനുള്ള ദൗത്യവും ഉത്തരവാദിത്വവും നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കും. വിശുദ്ധ സ്ഥലത്തെ ജീവിതമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ എപ്പോൾ ഒരു ദുർഗന്ധത്തിന്റെ അവസ്ഥ അവിടെ നിന്ന് ഉയർന്നാലും നിങ്ങളിൽ നിന്നും ഒരു സുഗന്ധം അതിനെ മൂടിക്കൊണ്ട് പരന്നൊഴുകിയിരിക്കും. കാരണം ഈ വിശുദ്ധ സ്ഥലത്തുള്ള ധൂപവർഗത്തിൽ നിന്ന് ഉയരുന്ന സുഗന്ധം, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, അത് ഇവിടെ നിന്ന് ഉയർന്ന് പ്രാകാരത്തിലേക്ക് ഒഴുകിയില്ല എങ്കിൽ പ്രാകാരത്തിൽ എപ്പോഴും നമുക്കൊരു ദുർഗന്ധം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ വിശുദ്ധ സ്ഥലത്തു നിന്നും ഒരു സുഗന്ധം ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കണം. മസൽബോറിയാന്തന. ഞാൻ ഇവിടെ നിന്ന് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. പുരോഹിതന്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നതാണ്. ഇവിടെ മുതൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. പൗരോഹിത്യ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനം ഈ സുഗന്ധവർഗം എന്നത് കാണിക്കുന്നത്, ബേണിംഗ് ഇൻസെൻസ് എന്ന് കാണിക്കുന്നത് ആരാധനയെ കുറിക്കുന്നു, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിക്കുന്നു. മാസറ്റോറിയാന്തര. ഇനി മുതൽ എന്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചു വരണം. എന്റെ പോയിന്റ്, എന്റെ ചിന്തകൾ, അല്ലെങ്കിൽ എന്റെ ലക്ഷ്യം ഇവിടെയാണ്. ഈ ജനത്തിനു വേണ്ടി, ഈ സാധാരണ ജനത്തിനു വേണ്ടി, പ്രാകാരത്തിൽ വന്ന് മടങ്ങി പോകുന്ന ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിലേക്ക് കയറി ഇടിവിൽ നിൽക്കാനുള്ള നിയോഗം പേറുന്ന ഈ പുരോഹിത ദൗത്യം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ഏറ്റെടുത്തേ മതിയാകത്തുള്ളൂ. ഏറ്റെടുക്കേണ്ടതിന്റെ വിധം ഞാൻ പറഞ്ഞു. ഒന്ന്, എണ്ണ ഉണ്ടായിരിക്കണം. അത് ദീപം എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഇന്ന് പകലിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് പൈശാചിക ഇരുട്ടുകൾ വ്യാപരിക്കാതെ ആ ഭവനത്തെ ദൈവിക വെളിച്ചത്തിന്റെ അകത്ത് നടത്താനുള്ള
പൗരോഹിത്യ നിയോഗത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇടട്ടെ എന്ന് ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ആ വിളക്കിനെ കത്തിക്കുന്ന എണ്ണ എന്റെ മേൽ ഈ രാത്രി പകരട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. പരിശുദ്ധാത്മാവ്, ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ആ ആത്മാവിന്റെ എണ്ണ, ആ ദീപത്തെ കത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ എണ്ണ ഈ കൂട്ടത്തിന്റെ മേൽ പകരപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിന്റെ അകത്ത് പൈശാചിക ഇരുട്ടുകൾ വ്യാപരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ മൂടുന്ന ദൈവിക വെളിച്ചത്തെ, പ്രാർത്ഥനയുടെ വെളിച്ചത്തെ ഭവനത്തിന്റെ അകത്തേക്ക് വ്യാപരിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു പരിശുദ്ധാത്മാവിന്റെ തീയ് ഇന്ന് രാത്രി ചില പ്രിയപ്പെട്ടവരുടെ മേൽ കത്തട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Holy Spirit, I thank you. Holy Spirit, I thank you. Holy Spirit, I thank you for pouring the anointing. ഇവിടെ നിന്നുകൊണ്ട് ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില തലമുറകളെ പിശാച് ഇരുട്ടിൽ മൂടിക്കളയുവാൻ ശ്രമിക്കുന്നിടത്ത് മാതാവേ, നിന്റെ പ്രാർത്ഥന എന്ന വെളിച്ചം മാതാവേ, നിന്റെ പ്രാർത്ഥന എന്ന വെളിച്ചം നിന്റെ തലമുറയ്ക്ക് വഴികാട്ടിയായിരിക്കും. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക്, ഞാൻ മുൻപ് ചിന്തിച്ച നല്ല പെട്ടെന്നൊരു സാക്ഷ്യത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ബാംഗ്ലൂരിൽ 2024 വെളിപ്പെട്ട ഒരു ഉണർവുണ്ട്. ഒരു സഭയിൽ വെളിപ്പെട്ട ഒരു ഉണർവുണ്ട്. ആ ഉണർവ് ആരംഭിക്കുന്ന ആ ദിവസങ്ങളിൽ ഒരു സഹോദരി അവിടെ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ഞാൻ ആ സഹോദരി നേരിട്ട് കണ്ടു. ആ മോനെ ഞാൻ നേരിട്ട് കണ്ടു. അവരോട് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കർത്താവ് തന്നു. ആ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു. ആ സഹോദരി, ആ മോന് മാത്രമേ ഉള്ളൂ അവരുടെ കുടുംബത്തിനകത്ത്. ബാക്കി അവര് ബാംഗ്ലൂരിൽ ജീവിക്കുകയാണ്. എന്നാൽ ആ കുഞ്ഞ് യൗവനക്കാരനായപ്പോൾ, അവൻ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, അവൻ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോയപ്പോൾ അവൻ ഡ്രഗ്സിന് അഡിക്റ്റഡായി. ആദ്യത്തെ ഒരു പ്രാവശ്യം അവൻ അഡിക്റ്റഡായി. അവനെ മടക്കി കൊണ്ടുവന്നു. ആ മാതാവ് ദൈവസന്നിധിയിൽ ഒത്തിരി കരയുന്ന ഒരു മാതാവായിരുന്നു. ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ടവളായിരുന്നു. ആ കുഞ്ഞിനെ അവർ മടക്കി കൊണ്ടുവന്നു. കുറച്ചു നാളൊക്കെ അമ്മയുടെ കൂടെ നിന്നെങ്കിലും വീണ്ടും ആ ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിട്ട് അവൻ ഭയങ്കര ഗ്യാങ്ങുകൾ, അതായത് ഈ ഡ്രഗ്സ് വിൽപ്പന നടത്തുന്ന ഗ്യാങ്ങുകളുടെ ഭാഗമായിട്ട് ഈ മോനും ഇങ്ങനെ പോവുകയാണ്. ഈ മാതാവ് എല്ലാ ആഴ്ചയും ചർച്ചിൽ വരും. എല്ലാ ആഴ്ചയും ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു മാതാവാണ്. എന്നാൽ ഒരു ദിവസം ഈ മാതാവിന് ഇവന്റെ കൂട്ടുകാരുടെ ഫോൺ കോൾ വന്നു. അവരിങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ മകൻ ഡ്രഗ്സ് ഓവർഡോസ് ആയി. അതായത് നോർമൽ അവൻ എടുക്കുന്നതിലും ഒരു മനുഷ്യന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായിട്ട് ഡ്രഗ്സ് ഓവർഡോസ് എടുത്തിട്ട് അവൻ ഇന്ന ഹോസ്പിറ്റൽ ICUവിലാണെന്ന് ആ മാതാവിനോട് പറയാനിടയായി. അവർ നിലവിളിച്ചുകൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടുത്തെ ICUവിന്റെ മുമ്പിൽ നിന്ന് ആ മാതാവ് കരയുകയാണ്. ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുകയാണ്. കർത്താവേ, അങ്ങനെക്ക് നൽകിയ തലമുറയാണ്. പിശാച് അവനെ തകർത്ത് കളയാൻ അവൻ അനുവദിക്കരുത്. ഞാനിതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഒരു തലമുറ, അതായത് ഒറ്റയ്ക്കൊരു ഭർത്താവ് പോലും ഇല്ലാതെ ഒരു മകനെ മാത്രം വളർത്തിക്കൊണ്ട് വരുന്ന ഒരു മാതാവിന്റെ കണ്ണുനീരും നിലവിളിയും എത്ര വലുതാണ് നിങ്ങൾക്കറിയാം. എന്നാൽ ഈ മാതാവ് ദൈവത്തിൽ നിലവിളിക്കുകയാണ്. അങ്ങനെ നിലവിളിച്ച ആ മാതാവ് ഈ മോനുമായിട്ടാണ് ആക്ച്വലി ഇവിടെ സാക്ഷ്യം പറയുവാനായിട്ട് വന്നിരിക്കുന്നത്. ആ മാതാവ് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു. അതായത് അവൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ, ഇതിനു മുൻപ് അവൻ എപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി അവൻ്റെ അടുത്തേക്ക് ഈ മാതാവ് ചെല്ലുമ്പോൾ അവൻ ഒത്തിരി ചീത്ത വിളിക്കും. ആ മാതാവിന് ഒത്തിരി വഴക്ക് പറയും, അസഭ്യം പറയുകയൊക്കെ ചെയ്യും. മാതാവല്ലേ, അത് കേട്ടുകൊണ്ട് നിൽക്കും. പക്ഷെ ഇപ്രാവശ്യം അവൻ ICUവിനകത്ത് അവൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ അവനെ കാണാൻ നേഴ്സസ് അമ്മയെ വിളിച്ചെന്നപ്പോഴത്തേക്ക് ആ അമ്മയുടെ കരം പിടിച്ചിട്ട് ആ മകൻ ഏങ്ങി കരയുവാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നാൾ ആ ഹോസ്പിറ്റലിൽ ഇരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഇവൻ മരിച്ചു പോകേണ്ടതായിരുന്നു, ഇവൻ ഇത്രയും ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ജീവിച്ചിരിക്കത്തില്ല, ഇവൻ മരിച്ചു പോകേണ്ടതായിരുന്നു. എന്നാൽ മരണത്തിൽ നിന്നും ആ തലമുറയെ സ്വർഗത്തിലെ ദൈവം വിടുവിച്ചു. ആ തലമുറ പിന്നീട് അമ്മയുടെ ഭവനത്തിൽ പോയി. കുറച്ചു കഴിഞ്ഞ് അവൻ ചർച്ചിലേക്ക് വരാൻ തുടങ്ങി. അവന്റെ ആത്മീയ ജീവിതത്തിനകത്ത് ഒരു സ്വർഗത്തിലെ ദൈവം ഒരു വലിയ വിടുതൽ കൊടുത്തു. അവൻ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങി. ചർച്ചിലെ വർഷിപ്പ് ടീമിന്റെ ഭാഗമായി ആ മോനും സാക്ഷ്യം പറഞ്ഞത് ആ പദം ഇങ്ങനെയാണ്: ഞാൻ ആ ഹോസ്പിറ്റലിന്റെ ബെഡിനകത്ത് കിടക്കുന്നു, ഞാൻ ഡ്രഗ് എടുത്ത് മയങ്ങി വിടുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് ഞാൻ എവിടെയോ കിടക്കുന്നു, കുറെ ലൈറ്റുകൾ
എൻ്റെ കൈയൊക്കെ ആരോ കെട്ടിയിട്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു അനുഭവമാണ്. പക്ഷെങ്കിൽ ഞാനങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ മൊത്തം ഒരു ഇരുട്ടാണ്, ഒരു ഭയങ്കര ഇരുട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവൻ പറയുന്നത്, എന്നെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ചെയ്തിരുന്നൊരു കാര്യം, എന്നെ എപ്പോഴും സങ്കീർത്തനങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. 91 സങ്കീർത്തനം, 121 സങ്കീർത്തനം, ഇങ്ങനെ പല സങ്കീർത്തനങ്ങളും എൻ്റെ അമ്മ എന്നെ കാണാതെ പഠിപ്പിക്കുക. അന്നൊക്കെ എന്നെ അടിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ പഠിച്ചിട്ട് പലപ്പോഴും ഞാനത് പറഞ്ഞു കേൾപ്പിച്ചെങ്കിൽ ഭക്ഷണം തരത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞത്, ഈ മൊത്തം ഇരുട്ട് മൂടിയിരിക്കുന്നിടത്ത് ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, ആരോ എൻ്റെ അടുത്തിരുന്നിട്ട് 121 സങ്കീർത്തനം, സാംസ് 121 എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായ ശബ്ദത്തിൽ ഈ സങ്കീർത്തനം വായിക്കുന്നത് ഇവന്റെ ചെവിയിൽ ഇവൻ കേൾക്കുകയാണ്. അത് കേട്ട് അവൻ പറയുന്നത്, അതുവരെ മുഴുവൻ ഇരുട്ട് മൂടിയിരുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാനൊരു ഭയങ്കര വെളിച്ചം കാണാൻ തുടങ്ങി. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ആ സഹോദരിയുടെ ഒരു സാക്ഷ്യം, ആ മകന്റെ സാക്ഷ്യം ഇന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ആ സഭയിൽ ആ കുടുംബം പ്രയോജനപ്പെടുന്നു. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നിയോഗം തരുന്നല്ലോ. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവരെ ഇരുട്ട് വിഴുങ്ങുവാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ല. ഈ ലോകത്തിന്റെ പല ഇരുട്ടുകളും നമ്മുടെ തലമുറകളെ ലക്ഷ്യം വെച്ച് പോകുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചത്തെ നമ്മുടെ ഉള്ളത്തിൽ പകർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇടിവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇരുട്ട് വിഴുങ്ങിക്കളയുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഇപ്പോൾ ഈ രാത്രിയിൽ ഒന്ന് കരങ്ങളെ ഉയർത്തിയോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ആത്മാവിനൊന്ന് പ്രതികരിക്കാൻ കഴിയുന്നത്? അങ്ങനെ ഒന്ന് പ്രതികരിച്ചൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, ഞങ്ങളുടെ തലമുറകൾ ദൈവിക പ്രകാശത്തിൽ നടക്കട്ടെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ദൈവിക പ്രകാശത്തിൽ നടക്കട്ടെ. എല്ലാ പ്രഭാതത്തിലും മന്ന ലഭിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം അവരുടെ ഉള്ളങ്ങളിലേക്ക് പകരപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. പ്രാകാരത്തിലെ ദുർഗന്ധങ്ങൾ വിശുദ്ധ സ്ഥലത്തേക്ക് കടക്കാതെ അവിടെ ദൈവികമായ സുഗന്ധം പരക്കപ്പെടുന്നത് പോലെ ആ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകി വരുന്ന ദൈവിക സുഗന്ധം, ആ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സുഗന്ധം എന്റെ ഭവനത്തിന്റെ അകത്ത് നിറയട്ടെന്ന് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഇരുട്ടുകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. പ്രാകാരത്തിൽ നിന്നും വിശുദ്ധ സ്ഥലത്തേക്കുള്ള ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, എങ്ങാണ്ട് തിയോളജിക്കൽ സെമിനാരിൽ പോയി ഡിഗ്രി എടുത്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മിക നിലവാരമാണത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ അനുഗ്രഹം, ഇത് മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ നിങ്ങളായിരിക്കുന്നത് പ്രാകാരത്തിലെ അവസ്ഥയിൽ. കാര്യം അവിടെ ഒരാടിനെ കൊണ്ട് വന്നു, അവിടെ കൊടുത്തു, പാപങ്ങൾ ഏറ്റുപറഞ്ഞു, കഴുകൽ പ്രാപിച്ചു, പ്രാർത്ഥന സ്വീകരിച്ചു, അനുഗ്രഹം സ്വീകരിച്ചു, അപ്പം ഭക്ഷിച്ചു, മടങ്ങിപ്പോയി. പല സഭകളിലും ഇന്ന് നടക്കുന്നൊരു കാര്യത. പക്ഷേ അവിടെ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന മാറും. പ്രാകാരത്തിലെ പ്രാർത്ഥന എൻ്റെ ആവശ്യം, എൻ്റെ പാപം, എൻ്റെ രോഗം, എൻ്റെ കുടുംബം, എൻ്റെ അനുഗ്രഹം. എന്നാൽ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോൾ പുരോഹിതന്റെ പ്രാർത്ഥന, ദൈവമേ, നഷ്ടപ്പെട്ടു പോയതിനെ അങ്ങ് മടക്കി കൊണ്ടുവരണമേ. ലോർഡ് റിവൈവ് മാർച്ച്. കർത്താവേ, ഈ ദേശത്തിന് മേൽ അങ്ങയുടെ ഉണർവിന്റെ കാറ്റിനെ വീശണമേ. ഞാനായിരിക്കുന്ന ദേശത്ത് ഒരു തലമുറകളെയും പിശാച് മോഷ്ടിച്ചുകൊണ്ടുപോകാൻ സമ്മതിക്കരുതേ. കർത്താവെ, തകർന്നു പോയവരെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. കുടുംബങ്ങളെ അങ്ങ് വിടുവിക്കണമേ. അങ്ങയുടെ അഭിഷേകത്തെ നിന്റെ ജനത്തിന് മേൽ പകരണമേ. ഹലോ, ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥനയാണോ? ഇത് നിങ്ങളുടെ പ്രാർത്ഥനയാണെങ്കിൽ നിങ്ങളോട് ഉറപ്പ് ഞാൻ പറയാം, നിങ്ങൾ പ്രാകാരത്തിൽ നിന്നും വിശുദ്ധ സ്ഥലത്ത് കയറിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എണ്ണയുണ്ട്, അവിടെ നിങ്ങൾക്ക് വെളിച്ചമുണ്ട്, അവിടെ നിങ്ങൾക്ക് അപ്പമുണ്ട്, അവിടുത്തെ ഏറ്റവും അവിടെ നിങ്ങൾക്ക് സുഗന്ധവർഗമുണ്ട്. സുഗന്ധത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭവനത്തിനകത്ത് കയറി ചെന്നാൽ അവിടെ എത്ര വലിയ ദുർഗന്ധമുണ്ടെങ്കിലും ആ ഭവനം സുഗന്ധമുള്ളതായിട്ട് മാറും. നിങ്ങളൊരു ഭവനത്തിന്റെ അകത്ത് കയറി ചെന്നാൽ അഭിഷേകമില്ലാത്തവർ അഭിഷേകം പ്രാപിക്കും. കാരണം നിങ്ങൾ വരുന്നത് വിശുദ്ധ സ്ഥലത്ത് നിന്നാണ്. നിങ്ങളുടെ കരത്തിൽ കൊടുക്കുവാനുള്ള അപ്പം ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും അപ്പം മാറ്റി വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇഷ്ടം പോലെ അപ്പമുണ്ട്.
നിങ്ങളുടെ കരത്തിൽ അപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ രാവിലെ മാവരച്ച് ചുടുന്ന കാര്യമല്ല, ദൈവവചനമാകുന്ന അപ്പം നമ്മുടെ കരത്തിലുണ്ടായിരിക്കും. നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. വിശുദ്ധ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ അല്പം ഗൗരവത്തിലേക്ക് കയറാൻ പോവാണ്. ഇടിവിൽ നിന്ന് ഞാനിപ്പോൾ ഈ പറയുന്ന വാക്യം നിങ്ങൾ എല്ലാവരും എടുക്കണേ. സംഖ്യാപുസ്തകം 16-ാം അധ്യായം, സംഖ്യാപുസ്തകം 16-ാം അധ്യായം 44, 45, 46, 47 വാക്യം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 44, 45, 46, 47 വാക്യങ്ങൾ. ഇതിന്റെ ചരിത്രം സംഭവമൊക്കെ വിശദീകരിച്ച് നമുക്ക് പറയാൻ സമയമില്ല. നിങ്ങൾ പിന്നീട് ആ വേദഭാഗം മൊത്തം ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. കോരഹ് ദൈവസന്നിധിയിൽ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ, എന്നെ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, കോരഹ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് നമുക്ക്, കാര്യം അതൊന്ന് വായിക്കേണ്ട വേദഭാഗമാണ്. കോരഹ് ദൈവസന്നിധിയിൽ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര മരണത്തിന്റെ അവസ്ഥ ഇസ്രായേൽ പാളയത്തിൽ വെളിപ്പെട്ടു വന്നു. 44-ാം അധ്യായം ഇങ്ങനെ പറയുന്നു: യഹോവ മോശയോട്, സഭയുടെ മധ്യയിൽ നിന്ന് മാറിപ്പോകുവീൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിച്ചു കളയുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അവർ കവിണ് വീണു. ഹോളി സ്പിരിറ്റ് താങ്ക് യു. ഞാൻ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ, ഹൃദയത്തിനകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സ്റ്റാൻഡിങ് ഇൻ ദ ഗ്യാപ്പ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗം തന്നിട്ടുള്ളവരോടാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇന്ന് ഈ കൂട്ടത്തിനകത്ത് കയറത്തില്ല. സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമ്പോൾ ഇത് ഓണാക്കിയിട്ട് മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് പരിശുദ്ധാത്മാവിന് ഒരു നിയോഗം നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ടാണ്. പാളയത്തിന്റെ അകത്ത് ജനം ദൈവത്തിന് വിരോധമായി മത്സരിക്കുകയും, കോരഹ് ഉൾപ്പെടെയുള്ളവർ ദൈവത്തിന് വിരോധമായി അഹറോനും മോശയ്ക്കും വിരോധമായൊക്കെ സംസാരിക്കാൻ തുടങ്ങപ്പോൾ ദൈവം മോശയോടും അഹറോനോടും പറയുകയാണ്: സഭയുടെ മധ്യയിൽ നിന്ന് മാറിപ്പോകുകയും ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിച്ചു കളയും എന്നരുളി ചെയ്തു. അപ്പോൾ അവർ കവിണ് വീണു. എന്റെ ചോദ്യം, ദൈവത്തിന് ജനത്തെ നശിപ്പിക്കാൻ മോശയോട് മാറാൻ പറയേണ്ട ആവശ്യമുണ്ട്? ഒറ്റ കാര്യം, മോശെ, നീ അവിടെ നിൽക്കുന്നിടത്തോളം കാലം നിന്റെ പെർമിഷൻ ഇല്ലാതെ, നീ അനുവദിക്കാതെ അതിനകത്തൊന്നും സംഭവിക്കത്തില്ല. മർബോസിയ ടെൽബോറിയ. എന്നെ കേൾക്കുന്ന ചില സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾ ഈ വിശുദ്ധ സ്ഥലത്ത് ദൈവസന്നിൽ ഇടിവിൽ നിൽക്കുന്ന ഒരൊറ്റ കാരണത്താലാണ് നിന്റെ ഭവനത്തിനകത്ത് ഇന്നും ചിലത് ജീവനോടെ ഇരിക്കുന്നത്. കർത്താവിന് നന്ദി പറഞ്ഞു, കർത്താവിന് നന്ദി പറഞ്ഞു. നമ്മുടെ മിടുക്കല്ല, പരിശുദ്ധാത്മാവ് ചില സമയങ്ങളിലൊന്ന് നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും കരയാനും ഒക്കെ പറഞ്ഞപ്പോൾ മടി കൂടാതെ എഴുന്നേറ്റിരുന്നങ്ങ് ചെയ്തത് കൊണ്ട് മാത്രമാണ്. ഈ നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവം ഒറ്റയ്ക്കല്ല പലപ്പോഴും കാര്യങ്ങൾ. ദൈവം പലപ്പോഴും ഒരു പാർട്ട്ണറിനെ പോലെ നമ്മളെ കൂടെ ആ വിഷയത്തിന്റെ ഭാഗമാക്കും. ദൈവത്തിനെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ ദൈവം അങ്ങനെ അല്ല ചെയ്യുന്നത്. ഹി ഓൾവേസ് നീഡ് സമൺ. ദൈവത്തിനൊരു അബ്രഹാം വേണം, ദൈവത്തിനൊരു ബീന വേണം, ദൈവത്തിനൊരു മിനി വേണം. അവരെ കൂടാതെ ദൈവം ചെയ്യത്തില്ല. നോക്കി ഇവിടെ പറയാം, അഹറോനെ, മോശെ, നീ ഇവിടെ നിന്ന് മാറിപ്പോ. എന്നിട്ട് മോശ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 46-ാമത്തെ വാക്യം, മോശ അഹറോനോട്, നീ ധൂപകലശം എടുത്ത് അവയിൽ യാഗപീഠത്തിലെ തീയിട്ട് ധൂപവർഗമിട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കുക. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ബി വെരി കെയർഫുൾ ആൻഡ് ബി വെരി അലേർട്ട്. വളരെ ഗൗരവത്തോടെ ഈ രാത്രി എന്നെ കേൾക്കണം പ്രിയപ്പെട്ടവർ. മോശ അഹറോനോട് പറയാണ്, ജനത്തിന്റെ നടുവിൽ ബാധ തുടങ്ങി എന്ന് പറഞ്ഞാൽ ജനം മരിച്ചു തുടങ്ങി, ജനം മരിച്ചു തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് നീ ധൂപവർഗം എടുക്കുക, ധൂപകലശം എടുക്കുക, അതിനകത്ത് ധൂപവർഗം ഇട്ടിട്ട് വേഗത്തിൽ നീ ജനത്തിന്റെ നടുവിലേക്ക് ചെല്ലുക. അവിടെ ബാധ തുടങ്ങിയിരിക്കുന്നു. അവിടെ തുടങ്ങിയിരിക്കുന്ന മരണത്തെ നിർത്തണമെങ്കിൽ പുരോഹിതനായ അഹറോൻ ധൂപവർഗം എടുത്തുകൊണ്ട് ജനത്തിന്റെ നടുവിലേക്ക് ചെല്ലണമെന്ന് മോശ അഹറോനോട് പറയുകയാണ്.
പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല തലമുറകളും നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം ധൂപവർഗം എടുത്തുകൊണ്ട് ഭവനത്തിനകത്ത് കയറാൻ ആരുമില്ലാതെ പോയത് കൊണ്ടാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്നവർ തീരുമാനിക്കണം, ഒരു ബാധയും കടക്കാതെ, ഒരു പൈശാചികനും കടക്കാതെ, ഒരു നശീകരണവും സംഭവിക്കാതെ, ഒരു രോഗവും വിഴുങ്ങിക്കളയാതെ എന്റെ ഭവനത്തിന്റെ അകത്ത് പ്രാർത്ഥന എന്ന ധൂപവുമായിട്ട് ഇന്ന് രാത്രി മുതൽ ഞാൻ നിൽക്കും. ഹോളി സ്പിരിറ്റ്, റിലീസ് ദാറ്റ് അനോയിന്റിംഗ് upon them right now. To stand in the gap, to stand in the gap, to stand in the gap. Let the anointing be poured upon them. Ho, 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 ho. Holy Spirit, I thank you. Holy Spirit, I thank you. Holy Spirit, I thank you. Mazaya tarabaya zia talbaria sio talboria zia talboria. Oh baseka baushmandala ragasiya talboria. ഈ ക്യാമറ ഓഫ് ചെയ്ത് അലക്ഷ്യമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് നിങ്ങളൊന്ന് അലേർട്ട് ആയിക്കുക. നിങ്ങളൊന്ന് വന്നിരുന്ന്, നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെങ്കിൽ മറ്റൊന്നും ചെയ്യാതെ അടുത്ത ചില മണിക്കൂർ, ചില മിനിറ്റുകൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറ് സഹോദരി. ചിലപ്പോൾ ഇന്ന് രാത്രി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളുകളിൽ നിന്റെ ഭവനത്തിനകത്ത് കയറി വരാൻ സാധ്യതയുള്ള ഒരു മരണത്തിൽ നിന്ന് നിന്റെ തലമുറ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് കയറാൻ സാധ്യതയുള്ള ഒരു മരണത്തെ നിർത്തൽ ചെയ്യുന്നത് ഈ രാത്രിയിലെ പ്രാർത്ഥനയായിരിക്കും. ഒന്ന് വിളിച്ചു പറ, യേശുവിന്റെ രക്തത്താൽ ജയം. നിന്റെ ഭവനത്തിനകത്തിരുന്ന് വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ രക്തത്താൽ ജയം. ഒരു മടിയും വേണ്ടാണെന്നേ. നമ്മൾ വേറെ പല ശബ്ദങ്ങളും വീടിന്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങിയിട്ടുള്ളതല്ലേ. ഈ രാത്രി യേശുവിന്റെ രക്തത്താൽ ഉള്ള ജയമെന്നുള്ള ശബ്ദം ആ വീടിന്റെ അന്തരീക്ഷത്തിനകത്തൊന്ന് കേൾക്കട്ടെ. Holy Spirit, thank you. പരിശുദ്ധാത്മാവേ, വെളിപ്പെട്ട് നിൽക്കുന്ന സാന്നിധ്യം ഓരോ വീടുകൾക്കകത്തേക്കും ഇപ്പോൾ ഒഴുകട്ടെ. ഓരോ വീടിനകത്തും ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആരൊക്കെ ഞങ്ങളോട് ചേർന്ന് ആമേൻ പറഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ടോ, ആ ഭവനങ്ങൾക്കകത്തെല്ലാം ഇപ്പോൾ ആ ദൈവ സാന്നിധ്യവും ആത്മശക്തിയും ഇപ്പോൾ വെളിപ്പെട്ടു തുടങ്ങട്ടെ. അവരുടെ അധരങ്ങളിൽ നിന്ന് ആ ആത്മശക്തിയുടെ ശബ്ദങ്ങൾ പുറപ്പെടട്ടെ. Holy Spirit, I thank you. Holy Spirit, I thank you. Mesaya Tarbonia, Sia Talboriam, Shaveltoria, Sia Talboriam. നാൽപ്പത്തിയേഴാമത്തെ വാക്യം, മോശ കൽപ്പിച്ചതുപോലെ അഹറോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി. അഹറോൻ ധൂപകലശം എടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി. സഹോദരിമാരെ എന്നെ ശ്രദ്ധിച്ചേ, ജനം മത്സരിച്ചതാ. ജനം അഹറോന് വിരോധമായി, മോശയ്ക്ക് വിരോധമായി സംസാരിച്ചവരാ. പക്ഷേ പൗരോഹിത്യ നിയോഗം നിങ്ങളുടെ മേലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വിരോധമായി സംസാരിച്ചു എന്നൊരു പിണക്കമോ പരിഭവമോ ഉള്ളത്തിൽ വെച്ച് പ്രാർത്ഥിക്കാതിരിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. വെരി സീരിയസ്. ആരോടോ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുന്നു, അവർ നിന്നെ ദ്രോഹിച്ചതാകാം, നീ പറയുന്നത് കേൾക്കാതെ പോയത് കൊണ്ട് സംഭവിച്ചതാകാം. എല്ലാം ശരിയാണ്, എല്ലാം ശരിയാ, സമ്മതിച്ചു. പക്ഷേ പുരോഹിതന് പൗരോഹിത്യ നിയോഗം, നിങ്ങളും അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിന് വാക്യം ഓർത്താൽ മതി. ആ വിളി നമുക്കുള്ളത്, നിങ്ങൾക്കുള്ള ശുശ്രൂഷയാണ്. അങ്ങനത്തെ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനും ഇടിവിൽ നിൽക്കാനും ദൈവസന്നിധിയിൽ കരയാനും നിങ്ങൾക്ക് നിയോഗം തന്നിട്ടുള്ളത് കൊണ്ട് ലിസൺ ദിസ് വേർഡ്. യു കനോട്ട് ബി ചൂസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്നെ എപ്പോഴും വിളിക്കുന്ന ആ ആന്റിയുടെ വീട്ടിലുള്ള പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നോ, അങ്ങനല്ല.
കർത്താവ് ഒരു ആത്മീക കൂട്ടായ്മയ്ക്കകത്ത്, ഒരു ആത്മീക ഒരു ഗോളത്തിനകത്ത്, ഒരു കൂട്ടത്തിനകത്ത് നിങ്ങളെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗൻസ്റ്റാണ് ആ കുടുംബമെങ്കിലും ആ തലമുറകളെ പിശാച് തുടരുതെന്നൊരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടായിരിക്കണം. അതാണ് റിയൽ പുരോഹിതൻ. ഒറ്റ ചോദ്യമേ ഉള്ളൂ, പുരോഹിതൻ ആരോടെങ്കിലും പിണക്കം വെച്ചുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തോട്ട് ചെല്ലാൻ പറ്റുമോ? ചെന്നു കഴിഞ്ഞാൽ അവനോടെ മരിച്ചു വീഴും, വലിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. പുരോഹിതന് പറയാൻ പറ്റുമോ ഇസ്രായേൽ കൂടാരത്തിനകത്തെ കുറച്ചു പേർക്ക് വേണ്ടി മാത്രമാണ് ദൈവമേ ഞാൻ ഈ രക്തവുമായിട്ട് വരുന്നത്? നോ, ദാറ്റ് ഈസ് ഫോർ എവരിവൺ. അത് മത്സരിച്ച കോരഹിന്റെ മക്കൾക്ക് വേണ്ടിയുണ്ട്, കോരഹിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി. അതാണ് ഒരു പുരോഹിതന്റെ ഹൃദയം എന്ന് പറയുന്നത്. അവൻ ആരോടും കയ്പും പിണക്കം വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ അവരോട് കൃത്യമായിട്ട് പറയുന്നു, അതായത് സെലക്റ്റഡ് ആയിട്ട് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിന്റെ പൂർണ്ണതയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടട്ടെ. അത് സ്വന്തക്കാരാകാം, മത്സരിച്ചത് ആരുമാകട്ടെ, എതിർത്തത് ആരുമാകട്ടെ, വഴക്കുണ്ടാക്കിയത് ആരുമാകട്ടെ, പിണങ്ങിയത് ആരുമാകട്ടെ, അതൊന്നും ദൈവസന്നിധിയിൽ ബാധിക്കപ്പെടാൻ പാടില്ല. നീ അഹറോൻ ധൂപവർഗം എടുത്തുകൊണ്ട് ജനത്തിന്റെ ഇടയിലേക്ക് ഓടി. അങ്ങനെ വചനം പറയുന്നേ, സംഖ്യാപുസ്തകം 16-ാം അധ്യായം 41-ാം വാക്യം, മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ ധൂപകലശമെടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി ജനത്തിന്റെ ഇടയിൽ ബാധ തുടങ്ങിയിരിക്കുന്നത് കണ്ട് ജനത്തിന് വേണ്ടി ധൂപം കാട്ടി, ജനത്തിന് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. ഒരാമേൻ പറഞ്ഞേ. അടുത്ത വാക്യം 48-ാമത്തെ വാക്യം, മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. ഹോളി സ്പിരിറ്റ്, താങ്ക് യു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. കർത്താവേ, ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇതിനകത്തിരിക്കുന്ന ഈ സഹോദരിമാരുടെ മേൽ ദൈവ സന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ആ ആത്മാവിന്റെ നിയോഗം, ആ പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഇവരുടെ മേൽ അത് വീഴട്ടെ. ചിലരുടെ മേൽ അത് ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയത് ഈ രാത്രി അത് റിസ്റ്റോർ ആവട്ടെ. പ്രാർത്ഥനയുടെ തീയ ഇവരുടെ ഉള്ളത്തിൽ ഈ രാത്രി കത്തട്ടെ. അഹറോൻ ധൂപകലശം എടുത്തുകൊണ്ട് ജനത്തിന് നടുവിലെ ഓടിയതുപോലെ ചില രാത്രികളിൽ ഉറങ്ങാതെ കുത്തിയിരുന്ന് മുട്ടുമേൽ നിന്ന്, കർത്താവേ അങ്ങയുടെ വിടുതലിനെ ആ കുടുംബത്തിന് മേൽ അയക്കണമേ, ഈ ദേശത്തിന് മേൽ അയക്കണമേ. ഇവർ തകർന്നു പോകല്ലേ, പിശാച് ഇവരെ മോഷ്ടിച്ചു കൊണ്ട് പോകല്ലേ, എന്റെ തലമുറകൾ വിടുവിക്കപ്പെടണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമായിട്ട് Holy Spirit, Holy Spirit, Holy Spirit, release your anointing, 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 release your anointing. Rekele bese telberia. പെട്ടെന്ന് ഇതിന്റെ പുതിയ നിയമത്തിലെ ഒരു ഗൗരവത്തിലേക്ക് കടക്കാൻ പോയി. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ നിയമത്തിലെ ഒരു ഗൗരവം ഞാൻ കാണിച്ചു തരാം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം നമ്മളിങ്ങനെ പത്രോസിനെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് പുറത്തു വരികയും ചെയ്ത വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം ആദ്യ ഭാഗം. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, അതിന് ആദ്യത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അക്കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. അടുത്ത വാക്യം, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അടുത്ത വാക്യം, അത് പ്രസാദമായി എന്ന് അറിഞ്ഞു. എന്ന 5-ാമത്തെ വാക്യം, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്നെ ശ്രദ്ധിച്ചേ. ആദ്യത്തെ വാക്യം, അക്കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഇങ്ങോട്ട് നോക്കിയേ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചോ? അക്കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. സഭ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു കാണും, ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചു. പക്ഷേ പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് പോലൊരു പ്രാർത്ഥന ചിലരെ പീഡിപ്പിക്കേണ്ടതിന് ഹെരോദാവ് കൈനീട്ടിയപ്പോൾ സംഭവിച്ചില്ല. അടുത്തത്, ഹെരോദാവ് ചിലരെ പീഡിപ്പിക്കാൻ കൈനീട്ടിയപ്പം പ്രാർത്ഥനയിലേക്ക് കയറാതെ ഇരുന്നത് കൊണ്ട് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. ആ പൈശാചിക പദ്ധതികൾ വെളിപ്പെടുന്ന വിധം നിങ്ങൾ കണ്ടു.
ആദ്യം എപ്പോഴും പൈശാചിക പദ്ധതികളുടെ അവൻ എപ്പോഴും ട്രയൽ റൺ നടത്തും. എന്നെ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിശാച് എപ്പോഴും ഒരു ട്രയൽ റൺ നടത്തും. ഒരു ചെറിയ കാര്യം വീടിനകത്തോട്ട് ഇട്ട് തരും, ചെറിയൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇട്ട് തരും. അതിനോടുള്ള നമ്മുടെ പ്രതികരണം വളരെ ഗൗരവത്തോടെ തന്നെ ശ്രദ്ധിക്കണം. ഈ നാളുകൾ ദൈവസഭ വളരെ ശ്രദ്ധയോടെ ഗൗരവത്തോടെ അറിയേണ്ട ഒരു കാര്യമാണ്. ആ വെളിപ്പെട്ട് വന്ന ചെറിയ കാര്യത്തെ നമ്മൾ പരിഗണിക്കാതെ ഇരുന്നാൽ, അതിനെ വളരെ ഈസി ആയിട്ട് നമ്മൾ വിട്ടുകളഞ്ഞാൽ അവൻ അടുത്ത പടിയിലേക്ക് കടക്കും. ഞാൻ ഇന്ന് രാവിലെ സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പിശാച് ഒരിക്കലും മാനസാന്തരപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു നാളിൽ വെളിപ്പെട്ട ചില പോരാട്ടങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില പൈശാചിക ഫൈറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയത് പിശാച് മാനസാന്തരപ്പെട്ടത് കൊണ്ടല്ല, ദൈവകരം അതിനകത്ത് വെളിപ്പെട്ടതും നിന്റെ പ്രാർത്ഥനയുടെ തീ കത്തിയത് കൊണ്ടാണ്. വചനം പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഒന്നെല്ലാവരും ചേർന്ന് പറയും ഓടിപ്പോകും, ഓടിപ്പോകും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ചില ഫൈറ്റുകൾ, ചില യുദ്ധങ്ങൾ, ചില രോഗങ്ങൾ, ചില പ്രശ്നങ്ങൾ മാറിപ്പോയത് പിശാച് മാനസാന്തരപ്പെട്ടത് കൊണ്ട് മാറിപ്പോയതല്ല. നീ പ്രാർത്ഥനയുടെ തീയെ കത്തിച്ചപ്പോൾ നിനക്ക് സ്വർഗത്തിലെ ദൈവം ജയം നൽകിയതാണ്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുമല്ലോ, ഒരു കാര്യം ഒന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചു. ഏലിയാബിനോടുള്ള ഇസബേലിന്റെ വെല്ലുവിളി, നീ എന്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ നാളെ ഈ നേരത്ത് അവരിൽ ഒരാളെ പോലെ ഞാൻ നിന്നെയും ആക്കിക്കളയും എന്ന് പറഞ്ഞ ഏലിയാവെ, നിന്റെ തലയിൽ ഞാൻ വെട്ടിക്കളയും. നീ എന്റെ പ്രവാചകന്മാരെ വെട്ടിയതുപോലെ എന്റെ തല വെട്ടിക്കളയും, നിന്നെ തീർക്കും. പക്ഷെ എന്റെ ദൈവത്തിന് അതിനോടുള്ള മറുപടി എന്ന് പറയുന്നത്, അവനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് അവൻ മരണം കണ്ടില്ല, ഇന്നും മരണം കാണാതെ ജീവിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പിശാച് പഴയ നിയമത്തിൽ വേറെ പിശാചും പുതിയ നിയമത്തിൽ വേറെ പിശാചും ഒന്നുമല്ല. പഴയ നിയമത്തിലുള്ള അതേ ഒരു തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, കാൽവറിയോടുകൂടി അവന്റെ ആയുധ വർഗം ഇല്ലാതെയായി. വചനം നമ്മോട് പറഞ്ഞത്, പാമ്പുകളെയും തേളുകളെയും സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവ ഒരു നാളും യാതൊരു ദോഷവും നിങ്ങൾക്ക് വരുത്തത്തില്ല. ഈ വചനം മനസ്സിൽ വെച്ചോണ്ട് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കാം. ഞാനിത് പറയുന്നത് നിങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന്റെ ഗൗരവത്തെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, പൈശാചിക തന്ത്രങ്ങൾ എപ്രകാരം ചലിക്കുന്നു എന്നതൊരു ഉദാഹരണമാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഏലിയാവിന്റെ ആത്മാവോട് കൂടി ഒരുവൻ വന്നു. അവന്റെ പേര് യോഹന്നാൻ. യോഹന്നാനെ കുറിച്ച് പറഞ്ഞവൻ ഏലിയാവിന്റെ ആത്മാവോട് കൂടി വന്നു. യോഹന്നാൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? പിശാച് എന്തുവായിരുന്നു? ഇസബേലിൽ കൂടി പിശാച് എന്തുവായിരുന്നു പറഞ്ഞത്? ഏലിയാവെ, നിന്റെ തല ഞാൻ എടുക്കും. പുതിയ നിയമത്തിൽ വന്നപ്പം ഏലിയാവിന്റെ ആത്മാവോട് കൂടി വന്നവന്റെ ശിരസിനെ, അതും ഒരു പെൺകുട്ടിയുടെ നൃത്തത്തിനകത്താണ് ആ ശിരസ് ഛേദിക്കുവാൻ തക്കവണ്ണമുള്ള പദ്ധതികൾ ഒരുക്കപ്പെട്ടത്. നോക്കണം, പഴയ നിയമത്തിൽ ഏലിയാവിന് വിരോധമായിട്ട് ഉയർന്നു, പുതിയ നിയമത്തിൽ യോഹന്നാന് വിരോധമായിട്ട് ഉയർന്നു. അതേ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ പത്രോസിന്റെ നേരെ കൈനീട്ടപ്പെട്ടിരിക്കുന്നത്. ഇനിയും ഒരുമിച്ച് ഗൗരവത്തോടെ പ്രാർത്ഥനയിലേക്ക് കടക്കണം. ആദ്യത്തേത്, ഹെറോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. സഭ പ്രാർത്ഥിച്ചില്ല, അല്ലെങ്കിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അതുകൊണ്ട് അവൻ അടുത്ത പടിയിലേക്ക് കയറി. യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അവിടെയും സഭ ഗൗരവത്തോടെ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ പിടിച്ചപ്പോൾ സഭ ഗൗരവത്തോടെയുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് കടന്നില്ല. അതുകൊണ്ട് പിശാച് അടുത്ത പടി എന്താണ്? അവൻ പത്രോസിനെയും പിടിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കരം നീട്ടുമ്പോൾ തന്നെ നീ ഇടിവിൽ നിൽക്കുകയും പ്രാർത്ഥനയുടെ തീ കത്തിക്കുകയും ചെയ്താൽ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിന്റെ തല പോകത്തില്ലേ? നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ രാത്രി പൈശാചിക തന്ത്രങ്ങൾ ഒതുക്കപ്പെടും, തകർക്കപ്പെടും. നമ്മൾ വായിക്കുന്ന വേദഭാഗം എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിനകത്ത് പത്രോസിനെ പിടിച്ചു, കാരാഗ്രഹത്തിന്റെ അകത്താക്കി. അകത്തെ കാരാഗ്രഹത്തിന്റെ അകത്ത് പത്രോസ് ആക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിച്ചോളാം പ്രിയപ്പെട്ടവരെ. ഇവിടെ വചനം പറയുന്നു, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഒന്ന് എന്നോട് ചേർന്ന് പറയാമോ? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇനി
പ്രാർത്ഥനയുടെ ഇതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം പ്രാർത്ഥനയുടെ മറുപടി എവിടെ എത്തുമെന്നറിയാമോ? എവിടെ നിന്നാണോ പ്രാർത്ഥന ഉയരുന്നത് അവിടെ വരും പ്രാർത്ഥനയുടെ മറുപടി. രാമൻ പറയണം, പ്രാർത്ഥനയുടെ മറുപടി എവിടെ വരും? പ്രാർത്ഥിക്കുന്നിടത്ത് പ്രാർത്ഥനയുടെ മറുപടി വരും. നീ അന്വേഷിച്ചെങ്കിലും പോകണ്ട. നീ ആ പ്രാർത്ഥിച്ചതെങ്കിൽ നിന്റെ മുമ്പിൽ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് കാണിച്ചു തരും. അങ്ങനെ അനുഭവമുള്ളവർ മാത്രം കരമുയർത്തുന്ന കർത്താവിന് നന്ദി പറഞ്ഞു. ഇനി പത്രോസ് വന്ന് വീടിന്റെ വാതിക്കൽ നിൽക്കുകയാണ്. പത്രോസ് പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടു. ദൂതൻ കാരാഗ്രഹത്തിന്റെ അകത്തിറങ്ങി 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിന് പുറത്തേക്കുള്ള ഇരുമ്പ് വാതിലും തുറന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. ചങ്ങലകൾ അഴിഞ്ഞു വീണു. ദൂതൻ വന്ന് പത്രോസ് ഇപ്പൊ വന്ന് നിൽക്കുന്നത് അവരെല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന വീടിന് മുൻപിലാണ്. അവിടെ ഇങ്ങനെ പറയുന്നവർ അവിടെ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 13-ാമത്തെ വാക്യം, അവർ പടിപ്പുരയിൽ മുട്ടിയാറെ രോദ എന്ന ബാല്യക്കാരെത്തി വിളി കേൾപ്പാൻ അടുത്ത് വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയിൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. ഒരാമേൻ പറഞ്ഞ്. നമ്മൾ പറയുന്ന കാര്യം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. പൗരോഹിത്യ നിയോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. നോക്കിയാൽ പ്രിയപ്പെട്ടവർ, ഒരു കൂട്ടം ഇവിടെ ഒരു ഭവനത്തിന്റെ അകത്ത് കൂടിയിരുന്ന് പ്രാർത്ഥിക്കണം. എന്നെ ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒരുക്കുകയാണ്. ഇനി നമ്മളെല്ലാവരും കൂടിയാണ് പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ രാത്രി കൂടിയിരിക്കുക. നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുന്നില്ല. നമ്മൾ ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന, ഹെറോദാവ് ചിലരെ കൈനീട്ടി പീഡിപ്പിച്ചു, യാക്കോബിന്റെ സഹോദരൻ യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ കൊന്നു, പത്രോസിനെ പിടിച്ചിരിക്കുന്നു, സഭ വി ആർ ഗോയിങ് ടു പ്രേ ടു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബിജു തോമസ് അച്ചായൻ അവിടെ പത്രോസിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ചെന്ന് അച്ചായൻ തിരക്കിയപ്പം പടയാളികൾ പറഞ്ഞു ഇപ്പം പുള്ളിയെ വിളിക്കാൻ പറ്റത്തില്ല, പുള്ളി നല്ല ഉറക്കമാണ്, ബീച്ചാൻ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ വരാൻ വേണ്ടി ബീച്ചാൻ തിരിച്ചു വിട്ടു. ബീച്ചാൻ പത്രോസിന്റെ കാരാഗ്രഹത്തിൽ നേരെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് നടുവ് വന്നിട്ട് പറഞ്ഞു, ഞാൻ പുള്ളിയെ കാണാൻ അവിടെ ചെന്നു, പക്ഷെ പുള്ളി അവിടെ നല്ല ഉറക്കമാണ്. അപ്പൊ സൗമ്യമുള്ളൊരു കാര്യം പറഞ്ഞു, എൻ്റെ അച്ഛ നമ്മൾ ഇവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പുള്ളി അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു, ഇത് എന്തോ ഇടപാട്, ശരിയല്ലേ? നമ്മൾ ഇവിടെ ഉറക്കളച്ചിരുന്ന് പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പുള്ളി അവിടെ സുഖമായിട്ട് ഉറക്കം. നമ്മുടെ പ്രാർത്ഥിക്കാനുള്ള മൂഡ് തന്നെ അങ്ങ് പോകും, അല്ലേ? ശരിയല്ലേ ഞാൻ ഈ പറയുന്നത്? കാര്യം, നമ്മളോട് ഒരാൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാളൊരു സാമ്പത്തിക ഞെരുക്കത്തിനകത്ത് നമുക്കോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിൽ പിന്നെ അവർ നല്ല ഉടുപ്പിടാൻ പാടില്ല. കാര്യം സാമ്പത്തിക ഞെരുക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പോയി. പിന്നെ അവർ ചിരിക്കരുത്, പിന്നെ അവർ ചിരിക്കാൻ പാടില്ല. കാര്യം ഇവര് പിന്നെ ചിരിച്ചു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ മൂഡ് പോകും. കാര്യം നമ്മൾ അങ്ങനെയാ പ്രാർത്ഥനയെ കരുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ സർട്ടൻ ക്രൈറ്റീരിയ നിങ്ങൾ ഫുൾഫിൽ ചെയ്തിരിക്കണം. ഇന്ന് രാത്രി അങ്ങനത്തെ സകല ബന്ധനവും പൊട്ടണം, അങ്ങനത്തെ സകല ബന്ധനവും പൊട്ടണം. പ്രാർത്ഥിക്കുക എന്ന ദൗത്യം, ഇപ്പം ബിജി സിസ്റ്ററിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ദൗത്യം ഞാനും സിസ്റ്ററുമായിട്ടുള്ള എഗ്രിമെന്റ് അല്ല, ഞാൻ ദൈവവുമായിട്ടുള്ള എഗ്രിമെന്റ് ആണ്. പ്രാർത്ഥനയെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റുകൾ മാറണം. പല പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് മടുപ്പ് വന്നത് എടാ ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ ഉറങ്ങുന്നത്, പിന്നെ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു ചിന്ത നമ്മുടെ അകത്ത് വന്നത് കൊണ്ടാണ്. ഞാൻ ഒത്തിരി സഭകളിൽ കാണാറുള്ള കാര്യമാണ്, ഒത്തിരി സഭകളിൽ കാണാറ് ആരെങ്കിലും ഒക്കെ സാമ്പത്തിക ഞെരുക്കം അല്ലെ ജോലി പോയി എന്നൊക്കെ പറഞ്ഞ് ദൈവദാസന്മാരോട് അല്ലെ സഹോദരിമാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിധിയെഴുത്താണ്. ഇന്ന് രാത്രി അങ്ങനത്തെ ബന്ധനമെല്ലാം പൊട്ടണം. നമ്മളെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച്, ഞാൻ ആ തുടക്കത്തിലെ വാക്യത്തിലേക്ക്, അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാണ്ടൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത ദൗത്യത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇട്ടിരിക്കുന്നതാണ് പ്രാർത്ഥിക്കുക എന്നത്. അത് പ്രാർത്ഥന സ്വീകരിക്കുന്നവരുടെ ക്വാളിറ്റിയോ
അവരുടെ റെസ്പോൺസോ അവരുടെ രീതികളോ വെച്ചിട്ടല്ല നമ്മളിൽ നിന്ന് പ്രാർത്ഥന ഉയരേണ്ടത്. അത് നമ്മെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ ഭാഗമായിട്ടാണ് നമ്മിൽ നിന്നും പ്രാർത്ഥന ഉയരേണ്ടത്. നോക്കിയേ, ഇവിടെ ഒരു കൂട്ടം ഇരിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി. സിസ്റ്റർ, ഞാൻ ഒരു 10 മിനിറ്റ് കൂടി എടുക്കുമേ. ഓക്കെ, ഇവിടെ ഒരു കൂട്ടം ഇരിക്കുക, 10 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാം. ഒരു കൂട്ടം ഇരിക്കുകയാണ്, ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ആ സഹോദരി രോധ എന്ന് പറഞ്ഞ സഹോദരി എഴുന്നേറ്റ് പെട്ടെന്ന് ഓടി വാതിക്കൽ ചെന്നു. അവള് പത്രോസിന്റെ വെളി വന്ന ആളുടെ ശബ്ദം കേട്ടപ്പോഴേ അവള് പറഞ്ഞു, ഇത് പത്രോസാ. കാര്യം, ഇതിനു മുൻപ് അവൾ പത്രോസിനെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പത്രോസ് പഠിപ്പിച്ച വചനം അവൾ നന്നായിട്ട് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വചനത്തെ സ്വീകരിക്കുകയും ഉള്ളത്തിൽ വചനം വിശ്വാസമായി പരിണമിക്കുകയും ചെയ്ത ഒരു സഹോദരി, ഒരു ബാല്യക്കാരത്തിയാണെന്നേ. വലിയ പത്രാസും പഠിപ്പും വലിയ ഒന്നുമില്ലെന്നേ. ഒരു പാമ്പിടിച്ച കൊച്ചാണെന്നേ. നമ്മളെ പോലെ നിങ്ങളെ പോലെ ഒരു സാധാരണക്കാരത്തിയാണെന്നേ. പക്ഷെ അകത്ത് കിടന്നിരിക്കുന്ന വിശ്വാസം ഉണ്ടല്ലോ. അവള് പത്രോസിനെ കണ്ടൊന്നുമില്ല. അവള് പത്രോസ്, ഇനി അടുത്ത ഭാഗം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഇവളിത് വന്ന് അകത്ത് വന്ന് പറഞ്ഞു. അകത്ത് വന്ന് പറഞ്ഞപ്പോ 15-ാമത്തെ വാക്യം, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവര്, ഞാൻ പറയാം, അതിനകത്ത് മിക്കവാറും പാസ്റ്റർ ആകാനേ വഴിയുള്ളൂ, അല്ലെ അവിടുത്തെ മൂപ്പനായിരിക്കും, അവിടുത്തെ ലീഡർ ആയിരിക്കും. അവിടുത്തെ ലീഡർ പറയാണ്, അവനവളോട് നിനക്ക് ഭ്രാന്തുണ്ട്. എന്തിനാ കൂടിയിരിക്കുന്നേ? പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണം. ഇനിയിപ്പോ ഒരു ഹോൾ നൈറ്റ് പ്രയറാ, രാത്രി ഉറക്കം പോലും ഇല്ലാതിരുന്ന് പ്രാർത്ഥിക്കാം. ബീച്ചാൻ പോയി പുള്ളി അവിടെ നിന്ന് ഉറങ്ങുവാന്ന് വന്ന് പറഞ്ഞപ്പോഴേ സകല മൂടും പോയിരിക്കുകയാണ് അച്ചായന്റെ. കാര്യം അച്ചാൻ പ്രതീക്ഷിച്ചത് ബീച്ചാൻ വന്ന് പറഞ്ഞു, പത്രോസ് അച്ചാൻ അവിടെ കിടന്ന് ആകെ വെപ്രാളം പിടിച്ചിരിക്കുവാണ്, പുള്ളി അവിടെ കിടന്ന് മരണഭയത്താൽ കുലുങ്ങി വിറച്ചുകൊണ്ട് സഭയുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു എന്നാണ് ബീച്ചാൻ വന്ന് പറയേണ്ടത്. പക്ഷെ ബീച്ചാൻ വന്ന് പറഞ്ഞത് പുള്ളി അവിടെ ഉറക്കമാണെന്നുള്ളതാണ്. പുള്ളി ഉറങ്ങുന്നത് വാഗ്ദത്തം ഉള്ളതുകൊണ്ടാണ്. അത് നമുക്ക് മനസ്സിലാകുകയില്ല. പുള്ളി ഉറങ്ങുന്നത് നീ വൃദ്ധനാകുവാണെന്ന് മറ്റൊരുത്തൻ നിന്റെ വസ്ത്രം ഉടുപ്പിക്കുമെന്നുള്ള യേശുവിന്റെ വാഗ്ദത്തത്തിന്റെ പുറത്താണ് പുള്ളിക്കാരൻ ഉറങ്ങുന്നത്. അത് നമുക്ക് മനസ്സിലാകുകയില്ല. അപ്പം ലീഡർ പറയാണ്, രോധയോട് പറയാണ്, നീ കേട്ടത് പത്രോസിന്റെ ശബ്ദമാണെന്ന് പറഞ്ഞ് നിനക്ക് ഭ്രാന്തുണ്ട്. അപ്പൊ പെങ്കൊച്ചി പറഞ്ഞു, എന്റെ പൊന്നച്ച പറയുന്നൊന്ന് കേക്ക്. ഞാൻ ഇപ്പം വെളിയിൽ ചെന്നു, അവിടെ ചെന്നപ്പോ തന്നെ പത്രോസിന്റെ ശബ്ദം കേട്ടു, ഞാൻ അത് കേട്ടിട്ടാ വന്ന്. അടുത്ത അവളോട് പറയുന്നത്, അവളോ അല്ല, ഉള്ളത് തന്നെ ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ പോയാലും അച്ഛനെ സമ്മതിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും പല പ്രാർത്ഥനയും പൊളിയുന്നതിന്റെ കാര്യം ഇതാ. ഇനി ഇവിടെ നമ്മൾ 2 പേരെ കണ്ടു. ഒന്ന് ചർച്ചിന്റെ ലീഡർ അല്ലെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ. രോധ എന്ന് പറഞ്ഞ സഹോദരി, അവള് ശബ്ദം കേട്ടതേ ഉള്ളൂ, വാതിൽ തുറന്നില്ല, കണ്ടില്ല. പക്ഷെ അവള് ഡിക്ലെയർ ചെയ്തു, ഇത് പത്രോസാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടു. എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി ശ്രദ്ധിച്ചോളൂ. എന്റെ ചോദ്യം, ഈ പ്രാർത്ഥനയെ, അതായത് ഈ കൂട്ടത്തിന്റെ ഹോൾ നൈറ്റ് പ്രയറിനെ പരിശുദ്ധാത്മാവ് വിളിച്ചത് എന്താ? പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത പേരെന്താ? സഭയുടെ ശ്രദ്ധയോടെ ഉള്ള പ്രാർത്ഥന. ശ്രദ്ധിച്ചേ, നമ്മുടെ പ്രശ്നം എവിടാന്നറിയാവോ? മറ്റേ ആ ഭ്രാന്തുണ്ടെന്നും ആത്മാവാണെന്നും പറഞ്ഞ അച്ഛനുണ്ടല്ലോ, പുള്ളി നമുക്ക് നമ്മൾ ആത്മീയരായതുകൊണ്ട്, നമ്മൾ രോധയായതുകൊണ്ട് നമുക്ക് പുള്ളിയെ ഭയങ്കര അലർജിയാണ്. പക്ഷേ ഈ ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ, ദൂതനാണെന്ന് പറഞ്ഞ ഇദ്ദേഹവും രോധയും എല്ലാവരും കൂടെ ചേരുന്ന കൂട്ടത്തിനെയാണ് രോധയുടെ പ്രാർത്ഥനയെ നല്ല പരിശുദ്ധാത്മാവ് അഡ്രസ് ചെയ്തത്. സഭയുടെ ശ്രദ്ധയോടെ ഉള്ള പ്രാർത്ഥന. എന്നെ കേൾക്കുന്നവരെന്ന് ഓർക്കണേ, വൈകിട്ട് പ്രാർത്ഥിക്കാൻ വിളിക്കും, അച്ഛൻ അവിടെ നിന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ. പുള്ളി അവിടെ നിന്ന് ഉറങ്ങിക്കോട്ടെ. നിങ്ങൾ ആത്മാവിലങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അതിനെ പരിശുദ്ധാത്മാവ് ഇടുന്ന പേര് ആ കുടുംബത്തിന്റെ ശ്രദ്ധയോടെ ഉള്ള പ്രാർത്ഥന എന്നാണ്. മാർക്കിടുന്നത് അവസാനിപ്പിക്കുക. മാർക്കിടുന്നത് അവസാനിപ്പിക്കുക. പരിശുദ്ധാത്മാവ് തന്ന നിയോഗത്തിന്റെ അകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക.
ഐ റിപ്പീറ്റ്, നമ്മുടെ പ്രശ്നം പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അല്ലെ പിള്ളേർ അങ്ങനെ ചെയ്തു, നമ്മൾ ഇങ്ങനെ അങ്ങ് ഡിസ്റ്റർബ്ഡ് ആണ്. നമ്മൾ പല കാര്യത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെ ഇരുന്ന് കുലുങ്ങുന്നത് പോലെ അച്ചാനും ഇരുന്ന് കുലുങ്ങണം, നമ്മളിരുന്ന് കുലുങ്ങുന്നത് പോലെ പിള്ളേരിരുന്ന് കുലുങ്ങണം. ഇതൊന്നും സംഭവിക്കത്തില്ല. അതൊന്ന് സംഭവിക്കുന്നെങ്കിൽ നല്ലത്. പക്ഷേ എന്റെ പോയിന്റ് ഇതാണ്, നമ്മൾ അത് കണ്ടിട്ട് ഡിസ്കറേജ്ഡ് ആവരുത്. Holy Spirit has anointed you to stand in the gap. Sister, നിങ്ങളെയാണ് പരിശുദ്ധാത്മാവ് ഇടിവിൽ നിന്ന് പൗരോഹിത്യ നിയോഗത്തിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ അഭിഷേകം ചെയ്തിരിക്കുന്നത്. പ്രാകാരത്തിൽ ഇരിക്കുന്നവർ അവിടെ ഇരുന്നോട്ടെ, അവിടെ നിന്നോട്ടെ. അവരും ഇവരും എല്ലാം കൂടെ ചേരുന്നതാണ് ദൈവസഭ എന്ന് പറയുന്നത്. വിശുദ്ധ സ്ഥലത്തും അതിപരിശുദ്ധ സ്ഥലത്തും പോകുന്ന പുരോഹിതനും പ്രാകാരത്തിൽ വന്ന് മടങ്ങിപ്പോകുന്ന ജനവും ചേരുന്നതാണ് ദൈവസഭ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് പറഞ്ഞത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. രോധ പ്രാർത്ഥിച്ചതല്ല, ശ്രദ്ധയോടെ സഭ പ്രാർത്ഥിച്ചു. റിസൾട്ട് എന്തായിരുന്നു? സഭ പ്രാർത്ഥിച്ചപ്പോൾ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ അകത്ത് ഇറങ്ങി. ഒന്നാം കാവല്, രണ്ടാം കാവല്, പട്ടണത്തിന് പുറത്തേക്കുള്ള ഇരുമ്പ് വാതിലും പൊളിച്ചുകൊണ്ട് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. തീർന്നില്ല. അടുത്ത അധ്യായത്തിനകത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഏതിടത്ത് നിന്ന് പത്രോസിനെ കൊല്ലണമെന്ന് കൽപ്പന പുറപ്പെട്ടോ, അവനെ തന്നെ സ്വർഗത്തിൽ നിറങ്ങിയ ദൂതൻ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി തീർന്നു എന്ന് വചനം പറയുന്നു. ഹോളി സ്പിരിറ്റ്, ഐ താങ്ക് യു. ഇന്ന് രാത്രി എത്ര പേർ നമ്മൾ അല്പനിമിഷങ്ങളൊന്ന്, അടുത്ത 5 മിനിറ്റ് നമ്മളൊന്ന് 5-10 മിനിറ്റ് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഈ രാത്രി കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. നിങ്ങളെ സ്വർഗത്തിലെ ദൈവം വിളിച്ചിരിക്കുന്നത് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന്. പ്രാർത്ഥിക്കാൻ ഒറ്റ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം അതിന് 30-ാമത്തെ വാക്യം. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് തക്കവണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ ഇവരുടെ ഇടയിൽ അന്വേഷിച്ചു കണ്ടില്ലതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ദേശത്തെ നശിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു കണ്ടില്ലതാനും. മലയാളത്തിൽ പുരുഷൻ എന്നൊക്കെ പറഞ്ഞാലും ഇംഗ്ലീഷിനകത്ത് ഐ ലുക്ക് ഫോർ സമ്മൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരിമാർക്ക് സന്തോഷത്തോടെ ഈ വചനത്തെ സ്വീകരിക്കാം. ഐ ലുക്ക് ഫോർ സമ്മൺ whom would build up the wall and stand before me in the gap on behalf of the land. ഈ രാത്രി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ കേട്ടല്ലോ, ജനത്തിന്റെ ഇടയിൽ മരണം വ്യാപരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അഹറോൻ ധൂപവർഗം എടുത്ത്, കലശമെടുത്ത് ധൂപവർഗമിട്ട് ജനത്തിന്റെ നടുവിലേക്ക് ഓടിയെന്ന് വചനം പറയുന്നു. ഈ രാത്രി നമ്മളൊന്ന് പ്രാർത്ഥിക്കും. ഇതുവരെ പ്രാകാരത്തിലെ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ വിശുദ്ധ സ്ഥലത്തേക്ക് കയറി നമ്മൾ പ്രാർത്ഥിക്കാൻ എല്ലാ സഹോദരിമാരും കണ്ണടച്ച്, എല്ലാ സഹോദരന്മാരും കണ്ണടച്ച്. അടുത്ത നിമിഷങ്ങളിൽ മറ്റൊരു ഡിസ്റ്റർബൻസിനകത്ത് നിങ്ങൾ നിൽക്കരുത്. മറ്റൊരു ശബ്ദങ്ങൾ, നിങ്ങൾ ആ ഭവനത്തിനകത്ത് ആരും നിങ്ങളോട് സംസാരിക്കരുതെന്ന് പറയണം. യു ആർ ഗോയിങ് ടു എൻ്റർ ഇൻ ടു എ പ്രയർ. മാസൽബോറിയാം ഷബൽ കൗറിയാം. കണ്ണുകൾ അടച്ച് അന്യഭാഷ കൃപാവരം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്യഭാഷ പറഞ്ഞു തുടങ്ങുക. മസൽബോറിയാം ഷബൽ കൗറിയാം. ഹോളി സ്പിരിറ്റ്, വി താങ്ക് യു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പ്രാകാരത്തിൽ നിന്നും അവിശുദ്ധ സ്ഥലത്തേക്കൊന്ന് നയിക്കുക. കണ്ണുകൾ അടച്ച് പ്രാകാരത്തിൽ നിന്നും വിശുദ്ധ സ്ഥലത്തേക്ക് ഞങ്ങളെ അയക്കുക. ഞങ്ങളുടെ കാതുകൾ മറ്റെല്ലാ ശബ്ദങ്ങളും മാറിപ്പോകട്ടെ. ഞങ്ങളുടെ മുൻപിൽ ആ 7 പൊൻനിലവിളക്കുകൾ കത്തി നിൽക്കട്ടെ. ആ 7 പൊൻനിലവിളക്കുകൾ ഞങ്ങളുടെ മുൻപിൽ കത്തി നിൽക്കട്ടെ. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന ഒരുവനുണ്ട്. മാറത്ത് പൊൻകച്ച് കെട്ടിയവൻ, വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവൻ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയുടെ ധൂപവർഗങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരുക. മസൽബോറിയാം ഷബൽ കൗഡിയ സിയാറ്റൽ ബോറിയ. പ്രാർത്ഥനയുടെ ധൂപകലശത്തെ ഞങ്ങളുടെ ഉള്ളിലേക്ക് പകരുക. സൽബോറിയാം ഷബൽ കൗഡിയ സിയാറ്റൽ ബോറിയ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ,
ഞങ്ങൾ ഐക്യതപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഈ കൂട്ടം ഞങ്ങൾ പലയിടങ്ങളിൽ, പല ദേശങ്ങളിൽ, പല ഭവനങ്ങളിലാണ്. എന്നാൽ ഇപ്പോൾ ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് ഒരു ഐക്യത വെളിപ്പെടട്ടെ. സെക്കൽ ബോഷ് മണ്ഡല റബൗസിയ ടർബനിയാസ്. ഇപ്പോൾ ആ പരിശുദ്ധാത്മാവിനാൽ ഉളവാകുന്ന ഒരു ഐക്യത ഞങ്ങളുടെ നടുവിലേക്ക് വെളിപ്പെടട്ടെ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മിനിസ്റ്ററോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് ഐക്യതയോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടത്തിനകത്ത്, സൂ പ്ലാറ്റ്ഫോമിനകത്ത് കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിൽ നടന്ന ഓരോ പ്രാർത്ഥനകൾക്കകത്തും ജോയിനായ ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ കൈമാറുകയാണ്. റംസൽ ബൗഷ് മണ്ഡൽ കൗസ്പെറ്റർബിയാസിയാറ്റ. ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, എന്നാൽ ഞങ്ങളോട് പറയാതെ ഉള്ളതുമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ധൂപകലശം എടുത്തുകൊണ്ട് അഹറോൻ ജനത്തിന്റെ നടുവിലേക്ക് ഓടിയതുപോലെ ആ ഭവനങ്ങൾക്കകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അന്ധകാരത്തെയും പ്രകാശമാകുന്ന ദൈവവചനത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ ഈ ഭവനങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. എല്ലാ ഇരുട്ടുകളും ഈ ഭവനങ്ങൾക്കകത്ത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മസി ടിർബിക്കിബി ഷിതിരിബിയ സിയാറ്റൽബാറിയ ബോയാവ കരയ ടെൽബേറിയ സിറ്റൽബോറിയ ഷിയാതരബ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഹോളി സ്പിരിറ്റ്, താങ്ക് യു. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ആ ഭവനങ്ങളെ ഞങ്ങളിപ്പോൾ യേശുവിന്റെ രക്തത്തിൽ മറയ്ക്കുകയാണ്. പൗരോഹിത്യ നിയോഗത്തിന്റെ അകത്ത് രക്തത്തളി ഞങ്ങളിപ്പോൾ ആ യേശുവിന്റെ രക്തത്താൽ ആ ഭവനങ്ങളെ ഞങ്ങളിപ്പോൾ മറയ്ക്കുകയാണ്. ഇസ്രായേൽ ഭവനങ്ങളുടെ മേൽ തളിക്കപ്പെട്ട രക്തം സംഹാരദൂതനോട് സംസാരിച്ചതുപോലെ, സംഹാരദൂതനോട് ഇത് ഇസ്രായേലിയ ഭവനമെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുപോലെ ഞങ്ങളുടെ ഭവനങ്ങൾ യേശുവിന്റെ രക്തത്താൽ മറയ്ക്കപ്പെടുമ്പോൾ തൊട്ടുപോകരുത് എന്നൊരു കൽപ്പന പൈശാചിക മണ്ഡലത്തോട് യേശുവിന്റെ രക്തം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. മറയട്ടെ, മറയട്ടെ, മറയട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ അകത്ത് ഭവനങ്ങൾ മറയട്ടെ. യേശുവിന്റെ രക്തത്തിനകത്ത് ഭവനങ്ങൾ മറയട്ടെ. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്ന ദൈവിക വചനത്തെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഡിക്ലെയർ ചെയ്യുന്നു. ഡിക്ലെയർ ഇറ്റ്. ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. വിളിച്ചു പറ, വചനം ഡിക്ലെയർ ചെയ്യും. ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഒരു ബാധയും എന്റെ കൂടാരത്തിന്. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഞങ്ങളുടെ ഭവനത്തിന്റെ കർത്താവ് യേശുവാണ്. ഡിക്ലെയർ ഇറ്റ്. ജീസസ് ഈസ് ദ ലോർഡ് ഓഫ് മൈ ഫാമിലി. Jesus is the Lord of my family. Jesus is the Lord of my family. കർത്താവേ, കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിശാചിടുന്ന എല്ലാ വിത്തുകളും ഈ രാത്രിയിൽ ഇല്ലാതെയാകട്ടെ. കുടുംബ ബന്ധങ്ങൾക്കകത്ത് സ്നേഹം വർദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഉളവാകുന്ന ഐക്യത ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കകത്ത് നിറയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിന്ന് ഉള്ളതല്ലാത്ത എല്ലാ ബന്ധങ്ങളെയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ആക്കുന്നു. അന്യായമായി കുടുംബങ്ങൾക്കകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ ഇസബേലിയ പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ബ്രേക്ക് ആകട്ടെ. പ്രാർത്ഥിച്ചു കയറ്. മറഞ്ഞിരുന്ന് അന്യായമായ ഭവനങ്ങൾക്കകത്തേക്ക് എന്റർ ആകാൻ ശ്രമിക്കുന്ന പൈശാചിക തന്ത്രങ്ങൾ ഈ രാത്രി പൊളിയട്ടെ. കർത്താവേ, ഇപ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ മറവിൽ ഞങ്ങളുടെ തലമുറകളെ മറയ്ക്കുകയാണ്. പ്രേ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. Right now we pray together, Lord.
നിന്റെ തലമുറയെ കാണുന്നവർ അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതി എന്ന് വചനം പറയുന്നുവെങ്കിൽ ഞങ്ങളുടെ തലമുറയെ കാണുന്നവർ അങ്ങനെ തന്നെ പറയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും തലമുറകളെ ഞങ്ങൾ യേശുവിന്റെ രക്തത്തിൽ മറയ്ക്കുന്നു. അതേത് ദേശത്തായിരുന്നാലും, ഇപ്പോൾ ഭവനങ്ങൾ ഇവരോട് കൂടെ ആയിരുന്നാലും, അല്ല മറ്റ് ദേശങ്ങളായിരുന്നാലും, ഇപ്പോൾ ഞങ്ങൾ യേശുവിന്റെ രക്തത്തിന്റെ മറവിൽ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ മറയ്ക്കുകയാണ്. മസൽ ബർക്കഷ് മണ്ഡല രഹസ്യ ഈ അടയാളം, ഈ രക്തത്തിന്റെ അടയാളത്തെ ഭേദിച്ച് മറ്റൊന്നും അവരുടെ ജീവിതത്തിൽ എൻ്റർ ആകരുത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചേ. ഈ യേശുവിന്റെ രക്തത്തിന്റെ അടയാളത്തെ ഭേദിച്ച് എൻ്റെ തലമുറകളുടെ ജീവിതത്തിലേക്ക് മറ്റൊന്നും എൻ്റർ ആകരുത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അഡിക്ഷൻസും ഇപ്പോൾ ബ്രേക്ക് ആകട്ടെ. ഹോളി സ്പിരിറ്റ് വി താങ്ക് യു. എല്ലാ അഡിക്ഷൻസും ഇപ്പോൾ ബ്രേക്ക് ആകട്ടെ. എല്ലാ അഡിക്ഷൻസും ഇപ്പോൾ ബ്രേക്ക് ആകട്ടെ. പ്രാർത്ഥിച്ച് എന്റെ തലമുറകളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന എല്ലാ അഡിക്ഷൻസും ഇപ്പോൾ ബ്രേക്ക് ആകട്ടെ, ബ്രേക്ക് ആകട്ടെ, ബ്രേക്ക് ആകട്ടെ, ബ്രേക്ക് ആകട്ടെ, ബ്രേക്ക് ആകട്ടെ, ബ്രേക്ക് ആകട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അവ ഒരു നാളും യാതൊരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല എന്ന് പറഞ്ഞ നസറേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ സഭയായി ചേർന്ന് ഇപ്പോൾ we declare victory. ഇപ്പോൾ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഞാൻ നിന്റെ നടുവിൽ നിന്ന് രോഗങ്ങളെ നീക്കിക്കളയും. റൈറ്റ് നൗ വി ഡിക്ലെയർ. പ്രാർത്ഥിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിന്റെ നടുവിൽ നിന്ന് രോഗങ്ങളെ നീക്കിക്കളയുമെന്ന ദൈവവചനത്തെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ ഇപ്പോൾ റിസീവ് ചെയ്യുന്നു. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് റൈറ്റ് നൗ ഐ റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തെ, അതിന്റെ ശക്തിയെ, ഞാൻ നിന്റെ നടുവിൽ നിന്ന് രോഗങ്ങളെ നീക്കിക്കളയും എന്ന ദൈവവചനത്തെ ഇപ്പോൾ ഈ സന്ധ്യയിൽ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കകത്തും ഡിക്ലെയർ ചെയ്യുന്നു. ഇപ്പോൾ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ശരീരങ്ങളിൽ ദൈവിക സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. സബായ സചലറബായ തിരി ദൈവശക്തി ശരീരങ്ങൾ മേൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം ഇപ്പോൾ ശരീരങ്ങളുടെ മേൽ വെളിപ്പെടുക. എല്ലാ പൈശാചിക മുഖങ്ങളും തകർന്നു മാറുക. റംകിനി പ്രൗഷ്മണ്ഡല രഹസ്യ ലംബുരി മൗഷ്മണ്ഡല രഹസ്യ ലെപ്രോ ഷെകേൽ ബസിറ്റിൽ ബോറിയ മാർബോനോ ഷെമൽ ബൗസിയാറ്റൽ ബോറിയ സേകേതേരി എല്ലാ പൈശാചിക മുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ തൊട്ടുപോകരുതെന്ന് ഒരു കൽപ്പന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പുറപ്പെടുവിക്കുന്നു. യഹോവയ്ക്കുള്ളത്, യഹോവയ്ക്കുള്ളത്, രക്തത്താൽ മുദ്രയിടപ്പെട്ടത് എന്ന വേർതിരിവിനെ ഇപ്പോൾ ഇവരുടെ മേൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ഈ കൂട്ടം പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്കും വിശുദ്ധ സ്ഥലത്ത് നിന്നും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് എൻ്റർ ആകട്ടെന്ന് പ്രാർത്ഥിക്കും. ഇവർ ദൈവ മഹത്വം കാണട്ടെ, ദൈവ മഹത്വം കാണട്ടെ. സൂര്യന്റെ വെളിച്ചമല്ല, 7 പൊൻനിലവിളക്കുകളുടെ വെളിച്ചമല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ തേജസ് തന്നെ ഇവരുടെ വെളിച്ചമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Holy Spirit, I thank you. Right now, Holy Spirit, right now, Lord, let your glory cover each and every person. അങ്ങയുടെ മഹത്വം എല്ലാ ഭവനങ്ങളിലും, അങ്ങയുടെ മഹത്വം എല്ലാ കുടുംബങ്ങളിലും, അങ്ങയുടെ മഹത്വം ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ മേൽ അങ്ങയുടെ മഹത്വത്താൽ അവർ നിറയപ്പെടട്ടെ. Holy Spirit, we thank you.
ലോർഡ് വി താങ്ക് യു, ലോർഡ് വി താങ്ക് യു, ലോർഡ് വി താങ്ക് യു. അപ്പൊ അങ്ങയുടെ പാദത്തിങ്കിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി മുഴുവൻ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരും. ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, മിടുക്കുകൊണ്ടല്ല, അവിടുത്തെ കൃപയൊന്നുകൊണ്ട് മാത്രമെന്ന് സമ്മതിച്ച് അങ്ങയുടെ പാദത്തെങ്കിലേക്ക് ഞങ്ങളെ സമർപ്പിക്കും. മുഴുമഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ.